നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. വിനേഷ് ഫോഗട്ട്, ഇന്ത്യയുടെ പ്രിയപ്പെട്ട മകൾ, ഈ രാജ്യത്തെ പെൺകുട്ടികളുടെ അഭിമാനത്തിനായി പൊരുതിയവൾ. ആ പോരാട്ടത്തിൽ ദില്ലിയുടെ തെരുവോരങ്ങളിലൂടെ അതിക്രൂരമായി വലിച്ചിഴക്കപ്പെട്ടു, മർദ്ദിക്കപ്പെട്ടു. ആ പോരാട്ടക്കരുത്ത് പാരീസിലും പ്രകടമായി. ഈ രാജ്യത്തിനു വേണ്ടി സ്വർണം നേടുന്ന ആ സുവർണ നിമിഷങ്ങൾക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു 144 കോടി ഇന്ത്യൻ ജനത. പക്ഷേ അവസാന നിമിഷത്തിൽ 100 ഗ്രാമിൽ പൊലിഞ്ഞത് ആ ജനകോടികളുടെ പ്രതീക്ഷയാണ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ വേദനയാണ് വിനേഷ് ഫോഗട്ട് ഈ നിമിഷം. ഈ രാജ്യം മുഴുവൻ ഒപ്പമുണ്ടെന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോഴും ഉത്തരം കിട്ടാത്ത ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരുകയാണ്. വിനേഷ് ചതിക്കപ്പെട്ടുവെന്ന് ഈ രാജ്യം ആശങ്കപ്പെടുകയാണ്. അയോഗ്യതയ്ക്ക് പിന്നിൽ അട്ടിമറിയോ എന്നതാണ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഇ സുധേഷ്, റെസ്റ്റ്ലെസ് ഫെഡറേഷൻ സെക്രട്ടറി ബി രാജശേഖരൻ നായർ, കായിക താരം ഷെർമി ഉലഹന്നാൻ. ആദ്യം ശ്രീ സുധേഷിലേക്കാണ്. സുധേഷ്, വിനേഷ് ഫോഗട്ട് പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്നു എന്നത് തന്നെ വലിയൊരു അത്ഭുതം. അതാണ് ഇന്ത്യ നോക്കിക്കണ്ടത്. അത്രമേൽ കഠിനമായിരുന്നല്ലോ കഴിഞ്ഞ 18 മാസത്തെ അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ബ്രിജ്ഭൂഷൺ എന്ന MP-യുടെ കൊള്ളരുതായ്മയ്ക്കെതിരെ ഈ രാജ്യത്തെ പെൺകുട്ടികളുടെ അഭിമാനം സംരക്ഷിക്കാൻ തെരുവിലിറങ്ങി സമരം നടത്തുകയായിരുന്നു വിനേഷ് ഫോഗട്ട്. ഇപ്പോൾ അവർക്ക് പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യതയായതോടെ കായിക ലോകം മാത്രമല്ല ഇന്ത്യൻ ജനതയുടെ കൂടി വേദനയാവുകയാണ് വിനേഷ് ഫോഗട്ട്. എങ്ങനെ വിലയിരുത്താം ഈ നിമിഷങ്ങളെ? തീർച്ചയായും വളരെ ഞെട്ടലുളവാക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു വിനേഷ് ഫോഗട്ടിൻ്റെ അയോഗ്യയാക്കിയ ആ ഒരു സംഭവം. നമുക്കറിയാം, നമ്മൾ ഗുസ്തിയിൽ ഒരു വനിത ആദ്യമായിട്ടാണ്, ഇന്ത്യൻ വനിത ആദ്യമായിട്ടാണ് ഗുസ്തിയിൽ ഫൈനലിലെത്തുന്നത്. സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട താരങ്ങളെയൊക്കെ തോൽപ്പിച്ചു. വളരെ ഏറ്റവും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരൊരു സ്വർണം കൊണ്ടുവരുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള സാമൂഹിക മാധ്യമങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, പല കാരണങ്ങൾ കൊണ്ടും ഫോഗട്ടിൻ്റെ ഈ വിജയം അല്ലെങ്കിൽ മുന്നേറ്റം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരു പൊതുസമൂഹം മൊത്തത്തിൽ ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ തന്നെ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യ തന്നെ ആഗ്രഹിച്ചിരുന്നു ഇവരൊരു സ്വർണം നേടുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഈ ഒളിമ്പിക്സിലെ ആദ്യത്തെ സ്വർണം ഫോഗട്ടിലൂടെ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ്. നമ്മൾ ചില വേറെ ഇനങ്ങളിൽ ഷൂട്ടിങ്ങിലും മറ്റുമായിരുന്നു സ്വർണം അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി ഫോഗട്ട് വളരെ നല്ലൊരു ഫൈറ്റ് കാഴ്ചവെക്കുന്നു, ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. നല്ലൊരു പ്രതീക്ഷയായിരുന്നു. എന്നാൽ തികച്ചും ഏവരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു അയോഗ്യത കൽപ്പിക്കലായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും നമുക്ക് പലതരത്തിൽ ഇപ്പോൾ അറിയാം, നമുക്കൊരു ഗുസ്തി മത്സരത്തിനോ ബോക്സിംഗ് പോലെയുള്ള മത്സരങ്ങൾക്ക് ഭാരം അടിസ്ഥാനമാക്കിയാണ്, കായിക താരത്തിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് ഓരോ കാറ്റഗറിയായി തിരിച്ച് അവർ മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു താരം തൻ്റെ വെയിറ്റ്, ഇപ്പോൾ എന്താണോ തൻ്റെ വെയിറ്റ് അതിനേക്കാൾ തൊട്ട് താഴെയുള്ള ഒരു കാറ്റഗറിയിലായിരിക്കും സാധാരണഗതിയിൽ മത്സരിക്കുക. അതിന് ആ ഭാരനിർണയത്തിൽ യോഗ്യത നേടാൻ വേണ്ടി അതിനനുസരിച്ചുള്ള വ്യായാമങ്ങൾ, കഠിനമായ വ്യായാമങ്ങളും ഒപ്പം തന്നെ ഡയറ്റും എല്ലാം സൂക്ഷിച്ച് കൃത്യം ആ മത്സരത്തിൻ്റെ സമയമാകുമ്പോഴേക്കും അല്ലെങ്കിൽ ആ ഒരു സമയത്തേക്ക് തൻ്റെ ഭാരം കൃത്യമായി നിയന്ത്രിക്കുകയും അതിനുവേണ്ടി നമുക്കറിയാം ന്യൂട്രീഷനിസ്റ്റ് ആയാലും മറ്റ് പരിശീലകരുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും വ്യക്തമായ സഹായത്തോടു കൂടി വളരെ പ്ലാൻ ചെയ്താണ് എല്ലാ കായിക താരങ്ങളും. വിനേഷ് ഫോഗട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇത്തരം ഭാരം നിർണ്ണയിച്ച് മത്സരിക്കുന്ന ഇത്തരം കായിക ഇനങ്ങളിൽ എല്ലാം തന്നെ ആ തരത്തിലാണ് മത്സരിക്കുന്നത്. ആ രീതിയിൽ കഴിഞ്ഞ പ്രാഥമിക റൗണ്ടിൽ മത്സരിച്ചു, ക്വാർട്ടർ ഫൈനലിൽ മത്സരിച്ചു. ഈ ഘട്ടത്തിലെല്ലാം വളരെ സ്മൂത്തായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു. ഭാരത്തിൻ്റെ ഒരു വിഷയവും ഉയർന്നു വന്നില്ല. എന്നാൽ ഫൈനലിന് തൊട്ട് മുമ്പ് നമുക്കറിയാം, ഗുസ്തി മത്സരങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം മത്സരങ്ങൾക്ക് അന്ന് രാവിലെ തന്നെ ഈ ഭാരനിർണ്ണയം നടത്തണമെന്നാണ് സ്വാഭാവികമായിട്ടും. ഇവിടെ അത്തരത്തിൽ ഭാരനിർണ്ണയം നടത്തുമ്പോൾ വെറും 100 ഗ്രാമിന് വിനേഷ് ഫോഗട്ട് പരാജയപ്പെട്ടു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതാണ് നമ്മളിതുവരെ അറിഞ്ഞ ഒരു വിവരം. അത്തരത്തിൽ പരാജയപ്പെടുന്ന ആൾക്ക് ഒരു തരത്തിലും മത്സരിക്കാൻ കഴിയില്ല. മത്സരത്തിൻ്റെ നിയമങ്ങൾ അത്തരത്തിലാണ് എന്നുള്ളതെല്ലാം ശരിയാണെങ്കിൽ പോലും ഇവിടെ ഒളിമ്പിക്സ് പോലുള്ള ഒരു വേദിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ സ്വാഭാവികമായിട്ടും ഒളിമ്പിക്സ് നടന്നു വളരെ മൂല്യമുള്ള അല്ലെങ്കിൽ മൊത്തം മാനവികതയുടെ അല്ലെങ്കിൽ ഐക്യത്തിൻ്റെയും മറ്റും അടയാളമായി പോലും രേഖപ്പെടുത്തുന്ന ഒളിമ്പിക്സിനെ
വളരെ പവിത്രമായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ മത്സരത്തിന് കായിക മാമാങ്കത്തിന് അത്രത്തോളം പ്രസക്തിയും ലഭിക്കുന്നത്. എന്നാൽ അതിനെല്ലാം ഒരു സംശയ നിഴലിലാക്കുന്നു. അത് ഞാൻ ഒരു ഒളിമ്പിക് കമ്മിറ്റിയോ അത്തരത്തിൽ പറയുകയല്ല, സംഘാടകരെയോ പറയുകയല്ല. സ്വാഭാവികമായും ഇന്ത്യൻ ടീമിൻ്റെ കൂടെയുള്ള ന്യൂട്രീഷനിസ്റ്റ് ആയാലും പരിശീലകരായാലും ആ കായിക താരത്തിന് ഫൈനലിലേക്ക് യോഗ്യത നേടുമ്പോൾ ആ വെയിറ്റ് തലേ ദിവസത്തെ മത്സരത്തിന് 49.9 നിൽക്കുന്ന താരത്തെ സ്വാഭാവികമായും അവിടെ തന്നെ നിർത്താനുള്ള രീതിയിലുള്ള ഭക്ഷണക്രമവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യായാമങ്ങളും അത്തരത്തിലുള്ള വിശ്രമമോ കൃത്യമായിട്ട് എല്ലാം കൊടുക്കാൻ അവർ സജ്ജരായിരിക്കണം എന്നുള്ളത് ഇന്നത്തെ ഒരു പ്രൊഫഷണൽ കായികരംഗം പൂർണ്ണമായും പ്രൊഫഷണലായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തമായ ധാരണ അല്ലെങ്കിൽ വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം തന്നെ ആവശ്യമായിരുന്നു. എന്നാൽ അതില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരമൊരു സംഭവം വെളിവാക്കുന്നത്. ഇവിടെ അത്തരത്തിലുള്ള ഒരു കൃത്യമായ ഒരു അനാലിസിസ് നടക്കാതെ തങ്ങളുടെ കായിക താരത്തെ അല്ലെങ്കിൽ രാജ്യത്തിന് 140 കോടി ജനങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു മെഡലിനെ ബലി കൊടുക്കുന്ന തരത്തിലേക്കാണ് ഇത് മാറിയിട്ടുള്ളത്. ഇതിലെന്താണ് ഇതിൻ്റെ മറ്റു വ്യക്തമായ ഒരു അന്വേഷണം ഇതേക്കുറിച്ച് ഉണ്ടാകേണ്ടതുണ്ട്. ഏത് തരത്തിലാണ് ഇപ്പോൾ കായിക താരത്തിൽ ഒരു അന്വേഷണമാണ് രാജ്യത്തെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതെന്ന് ലോക്സഭയിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് ഈ പ്രതിപക്ഷ അംഗങ്ങളെല്ലാം വലിയ പ്രതിഷേധം ഉയർത്തിയത് നമ്മൾ പാർലമെന്റിൽ കണ്ടതാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം സുദേശ്. ഇപ്പോൾ ശ്രീ രാജശേഖരൻ നായരിലേക്ക് പോവുകയാണ്. റെസ്ലേഴ്സ് ഫെഡറേഷൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. കുറച്ചുകൂടി ഒരുപക്ഷെ റെസ്ലേഴ്സിനെ കുറിച്ച് അവരുടെ മത്സരത്തിനുള്ള മുന്നൊരുക്കങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ആളാണ് ശ്രീ രാജശേഖരൻ നായർ. ശ്രീ രാജശേഖരൻ നായർ, ഒരു വിസ്മയമായിരുന്നു ഇന്നലെ യഥാർത്ഥത്തിൽ വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത്. 3 കളികളിൽ അനായാസ വിജയം നേടുകയാണ്. അൺബീറ്റബിൾ റെസ്ലർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സുസാക്കിയെ അട്ടിമറിച്ചുകൊണ്ടായിരുന്നല്ലോ വരവ്. ഈ 3 മത്സരങ്ങളിലും അവരുടെ ശരീരഭാരം 50 കിലോയിൽ താഴെ നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ അവരുടെ ഇന്ന് രാവിലത്തെ പരിശോധനയ്ക്ക് മുമ്പ് അവരുടെ ശരീരഭാരം പരിശോധിച്ചപ്പോൾ 49 കിലോ 900 ഗ്രാം. എങ്ങനെയായിരുന്നു IOC അന്താരാഷ്ട്ര ഒളിമ്പിക് അസോസിയേഷൻ നൽകുന്നൊരു കണക്ക് അങ്ങനെയാണ് അവരുടെ ശരീരഭാരത്തെക്കുറിച്ച്. ഇതെന്തുകൊണ്ടാണ് ഒന്ന് ഇരട്ടി വെളുത്തപ്പോഴേക്കും ഇത്ര അയോഗ്യമാക്കപ്പെടുന്ന വിധത്തിൽ ഈ ശരീരഭാരം ഇരട്ടിക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കാം? ഇതിൻ്റെ ഒരു ശാസ്ത്രീയത എന്താണ്? സാധാരണ റെസ്ലേഴ്സിനെയൊക്കെ പ്ലേയിങ്ങിന് വിടുമ്പോൾ ഒരു മുന്നൊരുക്കമൊക്കെ നടത്തുന്ന ആളാണല്ലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മൾ ഉച്ചയോടുകൂടി വാർത്തകൾ ശ്രമിക്കുന്നത്. നമുക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. ഒന്നുകിൽ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ, ഇത് നമുക്ക് എന്തായാലും ഉറപ്പായിരുന്നു. ഞങ്ങളെല്ലാം വലിയ അഭിമാനത്തോടു കൂടി, നമുക്ക് കായിക ലോകം വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന എല്ലാവരും, നമുക്ക് റെസ്ലിംഗിലാണ് നമുക്ക് നേരത്തെ ബ്രോൺസ് ലഭിച്ചിട്ടുണ്ട്, സിൽവർ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു വനിത സാക്ഷി മാലിക്കിൽ കൂടി നമുക്കൊരു ബ്രോൺസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വനിത നമുക്ക് ഇന്ത്യയിൽ ഒരു സിൽവർ അല്ലെങ്കിൽ ഒരു ഗോൾഡ് മെഡൽ സമ്മാനിക്കും എന്നുള്ളത് നമുക്ക് വളരെ പ്രതീക്ഷ നൽകിയതാണ്. ഉച്ചയോടുകൂടി ഈ വാർത്തകൾ വന്നതോടുകൂടി നമ്മുടെ പ്രതീക്ഷയെല്ലാം മങ്ങലേൽപ്പിച്ചു. എന്തായാലും നമുക്ക് ഈ ശരീരഭാരം, ഓരോ കായിക താരത്തിൻ്റെ ശരീരഭാര നിർണ്ണയം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പം നമുക്ക് ഈ കായിക മേഖലയിൽ നിൽക്കുന്ന നമുക്കറിയാം, നമ്മൾ ജില്ലാതല മത്സരം മുതൽ ജില്ലാതല സംസ്ഥാന ദേശീയ മത്സരങ്ങളിലെല്ലാം തന്നെ ആദ്യം നമ്മൾ നോക്കുന്നത് ആ വിഭാഗത്തിൽ മത്സരിക്കുന്ന കുട്ടിയുടെ ശരീരഭാരം കൃത്യമാണോ, ആ വിഭാഗത്തിൽ മത്സരിക്കാൻ ആ കുട്ടി യോഗ്യത നേടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ജില്ലാ, സംസ്ഥാന, ദേശീയ, ഇൻ്റർനാഷണൽ മത്സരങ്ങളിലെല്ലാം തന്നെ പാലിക്കപ്പെടുന്ന ഒരു നിയമമാണ്. നമുക്ക് ശരീരഭാരം കൂടിയാൽ ഒരിക്കലും ആ വിഭാഗത്തിൽ മത്സരിക്കാൻ വേണ്ടി നമുക്ക് യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല. അത് ഒരു നിയമം തന്നെയാണ്. അപ്പോൾ ആ നിയമം പാലിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു കായിക ഇനത്തിലായാലും ആ കായിക ഇനം മുന്നോട്ട് വയ്ക്കുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഗെയിമിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇത് പ്രാഥമിക റൗണ്ടിൽ തന്നെ നമ്മൾ ശരീരഭാര നിർണ്ണയത്തിൽ തന്നെ നമ്മൾ പുറത്തായി എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമാണ്. എന്തായാലും ആ കുട്ടി നമുക്കറിയാം, നേരത്തെ 2 ഒളിമ്പിക്സിലും പങ്കെടുത്ത കുട്ടിയാണ്. റിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്തു, കഴിഞ്ഞ ജപ്പാനിലെ ടോക്കിയോയിൽ നടന്ന ഒളിമ്പിക്സിൽ പങ്കെടുത്തു. അതിലൊന്നും മെഡൽ നമുക്ക് ലഭിച്ചില്ല. ഇപ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ലോക റാങ്കിങ്ങിൽ ഉണ്ടായിരുന്ന കുട്ടിയെ തന്നെ പരാജയപ്പെടുത്തി. കഴിഞ്ഞ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ കുട്ടിയെ ആണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ എന്തായാലും നമുക്കൊരു മെഡൽ ഉറപ്പായിരുന്നു. നമുക്ക് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നതാണ്. നമുക്ക് ഈ വേയിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരീരഭാരം കൂടിയാൽ കുഴപ്പമില്ല. നമുക്ക് ആ ശരീരഭാര നിർണയ സമയത്ത് നമ്മുടെ ശരീരഭാരം
ഏത് വിഭാഗത്തിലാണോ മത്സരിക്കുന്ന ആ ശരീരഭാരം കൃത്യമായി അവിടെ കാണിക്കേണ്ടതുണ്ട്. അത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് 100 ഗ്രാം കൂടിയാലും 10 ഗ്രാം കൂടിയാലും 1 കിലോ കൂടിയാലും നിയമമാണ്. 10 ഗ്രാം കൂടിയാൽ പോലും ഈ കുട്ടി അയോഗ്യത കൽപ്പിക്കപ്പെടും. ഈ കുട്ടിയെന്നല്ല ഏത് കായിക താരമായാലും അയോഗ്യത കൽപ്പിക്കപ്പെടും. അതാണ് നിയമം. ശ്രീ രാജശേഖരൻ നായർ, പക്ഷേ ഈ നിയമങ്ങളൊന്നും അറിയാത്തവരല്ലല്ലോ അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അവിടെ ഈ ടീമിൻ്റെ മൊത്തം ഒരു മാനേജ്മെൻ്റ് ഉണ്ട്, കോച്ചുണ്ട്, ഫിസിയോ ഉണ്ട്, അതുപോലെ ന്യൂട്രീഷനിസ്റ്റ് അടക്കമുള്ള ആളുകൾ, ഒരു താരത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടിംഗ് സ്റ്റാഫും അവിടെ ഉണ്ടല്ലോ. അവർക്ക് അറിയുമായിരുന്നില്ലേ ഇത്തരത്തിൽ രാവിലെ ഒരു പരിശോധന നടക്കാൻ പോകുകയാണ്? നിലവിലുള്ള ഭാരത്തിൽ നിന്നും ഭാരം 49.900 ഗ്രാം എന്നുള്ളത്, അതിൽ നിന്ന് ഒരു തരത്തിലുള്ളൊരു വ്യത്യാസം വരരുത് എന്നുള്ള കാര്യമൊക്കെ അവർക്കറിയാവുന്ന ആളുകളാണല്ലോ. പിന്നീട് എന്തുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഉദാസീനത ഈ സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും നമ്മൾക്കത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏത് വിഭാഗത്തിൽ മത്സരിക്കുന്നോ ആ വിഭാഗത്തിൽ മത്സരിക്കാൻ കുട്ടി യോഗ്യത നേടുക എന്നുള്ളതാണ് കൂടെ പോകുന്ന കോച്ചസിൻ്റെയും ബാക്കിയുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ എല്ലാം ലക്ഷ്യം. നമ്മളെ കായിക താരവും അത് ബോധവാന്മാരായിരിക്കണം. ആ വിഭാഗത്തിൽ ഞാൻ മറങ്ങുമ്പോൾ എനിക്ക് ശരീരഭാരം കൃത്യമായിട്ട് അവിടെ കാണിക്കേണ്ടതുണ്ട്. അത് ആ കായിക താരവും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. നമുക്കറിയാം കഴിഞ്ഞ ഇൻ്റർനാഷണൽ മത്സരങ്ങളിലായി, ഇപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിലായാലും ഏഷ്യൻ ഗെയിംസിലായാലും ഈ കുട്ടി സ്വർണം നേടിയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഒരു വിഭാഗത്തിൽ നമ്മൾ മത്സരിക്കുന്ന വിഭാഗത്തിൽ മത്സരിക്കുമ്പോൾ ആദ്യം നമ്മൾ വെയിറ്റ് കൃത്യമായിട്ട് അവിടെ കാണിക്കണം എന്നുള്ളത് ആ കുട്ടിക്കും ബോധ്യമുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇന്നലെ നമ്മുടെ വാർത്തകളിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി കഴിഞ്ഞത്, ഇന്നലെ നമ്മൾ ആ കുട്ടിയുടെ ശരീരഭാരം നോക്കുമ്പോൾ 52 കിലോ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇന്നലെ മുതൽ ആ കുട്ടി 2 കിലോ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു. രാത്രി ഉറങ്ങിയിട്ടില്ല, സൈക്ലിംഗ് ആയിരുന്നു, വാക്കിംഗ് ആയിരുന്നു, നന്നായിട്ട് വാമപ്പ് ചെയ്തു. എന്നിട്ട് പോലും 1 കിലോയും 900 ഗ്രാമും മാത്രമേ കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞുള്ളൂ. 100 ഗ്രാമും കൂടെ കുറച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഒരു മെഡൽ പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷേ അത് നമ്മുടെ ഈ സപ്പോർട്ടിംഗ് സ്റ്റാഫെല്ലാം ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടതായിരുന്നു. ഓരോ മത്സരം കഴിയും തോറും നമുക്കറിയാം, റെസ്ലിംഗ് ആണ്, 4 മിനിറ്റേ മത്സരമുള്ളൂ. ഓരോ മത്സരം കഴിയും തോറും നമ്മുടെ ശരീരം നന്നായിട്ട് വീക്കാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ന്യൂട്രീഷനൊക്കെ കൊടുക്കേണ്ടി വരും കുട്ടിക്ക്. അടുത്ത മത്സരത്തിലേക്ക് പോകുമ്പോൾ കുട്ടിക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ജില്ലയോ സംസ്ഥാനമോ ദേശീയ മത്സരത്തിലല്ല പങ്കെടുക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. നല്ല ശാരീരിക അധ്വാനമുള്ളൊരു ഗെയിമാണ് റെസ്ലിംഗ്. അപ്പോൾ 4 മിനിറ്റ് ഗെയിമുള്ള 4 മിനിറ്റ് നമ്മൾ മാറ്റിൽ നിന്ന് നമ്മൾ എതിരാളികളോട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ അത്രയും നല്ല ആരോഗ്യമുള്ള ഒരു ഫയൽവാന് മാത്രമേ അത് കഴിയുകയുള്ളൂ. അപ്പോൾ അതിനുള്ള ആരോഗ്യം നമുക്ക് നിലനിർത്തേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മത്സരങ്ങളിൽ നന്നായിട്ട് ബൗട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ കുട്ടിക്ക് ന്യൂട്രീഷനൊക്കെ കൊടുത്ത് കാണാം. അപ്പോൾ അത് ശരീരത്തിൻ്റെ ബോഡി വെയ്റ്റ് കൂടുന്നതിന് കാരണമായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുത്തപ്പോഴും ഈ കുട്ടി 53 കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 3 കിലോ കുറച്ചിട്ടാണ് ഇപ്പോൾ 50 കിലോയിൽ മത്സരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ശരീരത്തെ വല്ലാണ്ട് ബാധിക്കും. അപ്പോൾ ആരോഗ്യക്ഷമത അത് പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ ഇന്ന് നമുക്ക് 100 ഗ്രാമും കൂടെ കുറച്ച് കാണിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഒരുപാട് റൂൾസ് ഉണ്ട്. മാറ്റിൽ കയറിയാൽ മാത്രം മതി, നമുക്ക് മാറ്റിൽ കയറിയാൽ മാത്രം നമുക്ക് സിൽവർ കിട്ടേണ്ട ഒരു ഗെയിമായിരുന്നു. മാറ്റിൽ കയറി നമുക്ക് വാക്ക് ഓവർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഇതിനകത്തൊരു നിയമമുണ്ട്. ആ വാക്ക് ഓവർ കൊടുത്താൽ പോലും നമുക്ക് ഇന്ത്യക്ക് സിൽവർ ലഭിക്കുമായിരുന്നു. എന്തോ നിർഭാഗ്യവശാൽ നമുക്ക് ഇങ്ങനെ സംഭവിച്ചു. അതെ, ആ നിർഭാഗ്യത്തെയാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ശ്രീ സുധേഷ്, കഴിഞ്ഞ ഏപ്രിലിൽ ഈ തൻ്റെ ടീമിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒപ്പമുള്ള ടീമിൽ അവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് വിനേഷ് ഫോഗട്ട് ഒരു എക്സിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. അതായത് ബ്രിജ്ഭൂഷൺ ഇപ്പോൾ അവിടെ ഇല്ല എങ്കിലും അയാളുടെ സന്തത സഹചാരിയായ സഞ്ജയ് സിംഗ് ആണ് എല്ലാ കാര്യങ്ങളും അവിടെ നോക്കി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ടീമിൽ വലിയൊരു അവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ചില കാര്യങ്ങൾ തുറന്നു പറയുകയുണ്ടായി. ഈ ഒളിമ്പിക്സിലേക്ക് എന്നെ അയക്കാതിരിക്കാനുള്ള ചില ഗൂഢ നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഒന്ന് കോച്ചിൻ്റെയും അതുപോലെ ഫിസിയോയുടെയും ഈ അക്രഡിറ്റേഷനെ സംബന്ധിച്ചുള്ളതാണ്. നിരവധി തവണ കേന്ദ്ര സർക്കാരിനെ ബന്ധപ്പെട്ടു, ഇക്കാര്യത്തിൽ സായി അധികൃതരെയൊക്കെ ബന്ധപ്പെട്ടു. പക്ഷേ ആശാവഹമായ ഒരു മറുപടിയും ആ കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായില്ല എന്നാണ് ഈ അന്താരാഷ്ട്ര താരം ഒരു കുറിപ്പായി അവരുടെ ഒരു വേദന പങ്കുവച്ചത്. ഒപ്പം ഏതെങ്കിലും വിധത്തിലുള്ളൊരു കൃത്രിമത്വം ഉണ്ടാകുമോ എന്ന് അവർ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പോലും ഭയപ്പെട്ടിരുന്നു. ഏതെങ്കിലും കഴിക്കാൻ കൊടുക്കുന്ന ഫുഡിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ എന്തെങ്കിലും കലർത്തി അയോഗ്യമാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ അവർ ഭയപ്പെട്ടിരുന്നു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്.
അവരുടെ ഒരു ആശങ്ക അസ്ഥാനത്താണ് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഒരു വലിയ രീതിയിൽ പരിശോധിക്കേണ്ട ഒരു വിഷയങ്ങളാണ് ഇപ്പോൾ താങ്കൾ സംസാരിച്ചത്. ഞാൻ പറയാം, ഇവിടെ രണ്ട് കാര്യം പറഞ്ഞു, ശാരീരിക ക്ഷമതയുടെ കാര്യവും നിർഭാഗ്യത്തിൻ്റെ കാര്യവും. ഒരു ഒളിമ്പിക്സിലെ ഒരു മത്സരം ഏതൊരു കായിക ഇനമായാലും വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിൻ്റെ ഒരു അന്തിമമായൊരു റിസൾട്ടായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. ഇവിടെ ഇപ്പം മത്സരിക്കുമ്പോൾ ഈ ഒരു ഗുസ്തി ഇനത്തിൽ മത്സരിക്കുമ്പോൾ വിനേഷ് ഫോഗട്ട് എന്ന ഒരു താരം മാത്രമല്ല, ആ താരത്തിൻ്റെ കഠിനാധ്വാനവും ഒപ്പം അതിലേക്ക് വഴിയൊരുക്കുന്ന വലിയൊരു ടീം മാനേജ്മെൻറ്റിൻ്റെ വലിയൊരു സംഭാവന. ഈ താരത്തിനൊപ്പമോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ളൊരു തലത്തിലേക്ക് കൂടെയുള്ളവർ ഉയർന്നാൽ മാത്രമേ ഈ താരത്തിന് കൃത്യമായി ആ മത്സരത്തിന് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. ഒരു താരം ഒറ്റയ്ക്ക് വിചാരിക്കുന്നു ഞാൻ മത്സരത്തിന് ഇറങ്ങണം എന്ന നിലയ്ക്കല്ല. അവരുടെ ഭക്ഷണക്രമം നിയന്ത്രിക്കുന്നു, വ്യായാമം നിയന്ത്രിക്കുന്നു, മറ്റ് പരിശീലന മുറകൾ നിയന്ത്രിക്കുന്നു, എതിരാളികളെക്കുറിച്ച് പഠിക്കുന്നു. ആ അർത്ഥത്തിൽ ശാരീരിക ക്ഷമത കാത്തു സൂക്ഷിക്കുകയും എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മത്സരത്തിൽ ഒരു പിഴവ് പറ്റുകയാണെങ്കിൽ നമുക്ക് നിർഭാഗ്യമെന്ന് പറയാം. ഇവിടെ നിർഭാഗ്യമെന്ന് പറയാൻ വലിയ സാധ്യതയില്ല. അവിടേക്ക് ഞാൻ വരുന്നത്, ഇപ്പോൾ പറഞ്ഞു തൻ്റെ ഏതെങ്കിലും തരത്തിൽ തന്നെ തെറ്റായി അല്ലെങ്കിൽ തന്നെ എവിടെയെങ്കിലും വീഴ്ത്താനുള്ളൊരു ശ്രമങ്ങൾ ഉണ്ടാവുമോ എന്നവർ സംശയിച്ചിരുന്നു. നമുക്കറിയാം, ഈ ഒരു റെസ്ലിംഗ് താരങ്ങളുടെ മാത്രമല്ല, രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ വനിതകളുടെ ഒന്നാകെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി എന്ന നിലയ്ക്ക് രാജ്യം കണ്ട ഏറ്റവും വലിയ പോരാട്ടം എന്ന് തന്നെ പറയാം. പോരാട്ടം നടത്തിയവരാണ് ഫോഗട്ടും സാക്ഷി മാലിക്കും അതുപോലെയുള്ള നമ്മുടെ ഗുസ്തി താരങ്ങൾ. ഒരു തരത്തിലും ഈ ഗോദയിൽ ഏത് തരത്തിലുള്ള വീര്യത്തോടുകൂടിയാണോ അവർ ഫൈറ്റ് ചെയ്യുന്നത്, അതേ സ്പിരിറ്റോടുകൂടി തങ്ങൾക്കെതിരായ മുഴുവൻ അനീതികൾക്കെതിരെ ശബ്ദമുയർത്താനും അവർക്കെതിരെ അനീതി പ്രവർത്തിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുകയും ജന്തർ മന്ദറിൽ നമ്മൾ കണ്ടതാണ്. ഏറെ നാൾ ആ പോരാട്ടം കണ്ടതാണ്. ഒടുവിൽ പല ഘട്ടത്തിലും ഈ അസോസിയേഷനെയും മറ്റും അല്ലെങ്കിൽ ഫെഡറേഷനെയും മറ്റും ഭാരവാഹിയായ വ്യക്തിക്കെതിരെ കടുത്ത ആരോപണം ഉണ്ടായപ്പോൾ പോലും അതിനെതിരെ പ്രതികരിക്കാൻ നമ്മുടെ ഇവിടെ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ അത്തരത്തിൽ ആരുമോ തയ്യാറാകാത്ത ഒരു സാഹചര്യം കണ്ടു. പിന്നീട് സുപ്രീം കോടതി ഇടപെട്ടപ്പോഴാണ് ചെറിയ രീതിയിലെങ്കിലും, ആദ്യം FIR എടുക്കാൻ പോലും ഡൽഹി പോലീസ് തയ്യാറാവാത്തൊരു കേസായിരുന്നു. ഇത്തരത്തിൽ രാജ്യത്തിന് വേണ്ടി കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയതാണ് ഇവർ, മറ്റ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയവരാണ്. അത്തരത്തിലുള്ള താരങ്ങളുടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ ഒരു പരാതി കേൾക്കാൻ പോലും നല്ല രീതിയിൽ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ആ സമരം പലരെയും ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു ഗുസ്തിയിലെ നമ്മുടെ പല കായിക മേഖലകളിൽ ഇതിലും നിലനിൽക്കുന്ന ചില തെറ്റായ പ്രവണതകൾ നമുക്കെല്ലാം അറിയുന്നതാണ്. ഇവിടെ ഗുസ്തിയുടെ കാര്യം പറയുമ്പോൾ 2016 നരസിംഹ യാദവ് എന്നൊരു താരത്തിൻ്റെ കാര്യം നമ്മുടെ റെസ്ലിംഗ് അസോസിയേഷൻ്റെ വ്യക്തികൾക്ക് അറിയാമായിരിക്കും. 2016 അദ്ദേഹം എല്ലാ തരത്തിലും ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യക്ക് വേണ്ടി ഗുസ്തിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നു, ഒളിമ്പിക്സിന് തയ്യാറെടുക്കുന്നു. അതുവരെയുള്ള എല്ലാ മത്സരങ്ങളും ലോകതലത്തിലുള്ള മത്സരങ്ങളെല്ലാം ജയിക്കുന്നു. 2016 ഇന്ത്യൻ ക്യാമ്പിൽ വെച്ച് അദ്ദേഹത്തെ ഉത്തേജക വിവാദത്തിൽ പിടിക്കപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ഒരു വിവാദം എന്ന നിലയ്ക്കല്ല, അത്തരം പ്രവണതകളാണ് സ്വാഭാവികമായി ഇവിടെ എല്ലാം ഉണ്ടാകുന്നത്. അതോടുകൂടി ആ താരം പിന്തള്ളപ്പെട്ടു പോകുന്നു. പിന്നീട് പലതരത്തിലും നമ്മുടെ വനിതാ താരങ്ങളെയും മറ്റു താരങ്ങളെയും പല രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും അവരെ പലപ്പോഴും അവർക്ക് തെറ്റായ നല്ല സാഹചര്യം ഒരുക്കാതിരിക്കുന്നതും നമ്മൾ പലതവണ കാണുന്നതാണ്. ഇവിടെയും നമ്മുടെ അട്ടിമറി, ഈ അയോഗ്യതയ്ക്ക് പിന്നിൽ ഒരു അട്ടിമറി ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചയുടെ തന്നെ വിഷയം പറയുന്നത്. സ്വാഭാവികമായിട്ടും അത്തരം ഒരു സംശയം തോന്നുന്ന തലത്തിലേക്ക് പല കാര്യങ്ങളും നമുക്ക് കൂട്ടി വായിക്കേണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഘട്ടത്തിൽ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരികയാണ്. ആഗോളതലത്തിൽ ഒരു സപ്പോർട്ട് ഇപ്പോൾ നമ്മുടെ വിനേഷ് ഫോഗട്ടിന് ലഭിക്കുകയാണ്. 6 തവണ വേൾഡ് ചാമ്പ്യനായ ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റായ അമേരിക്കയുടെ താരം ജോർദാൻ ബറോ വിനേഷ് ഫോഗട്ടിന് സപ്പോർട്ടുമായി വന്നിരിക്കുന്നു, അവർക്ക് പിന്തുണയുമായി വന്നിരിക്കുന്നു. ആ സിൽവർ മെഡൽ ഇന്നലെ സെമി ഫൈനൽ കഴിഞ്ഞപ്പോൾ വിനേഷ് ഉറപ്പിച്ച ആ സിൽവർ മെഡൽ, ആ വെള്ളി മെഡൽ അവർക്ക് ലഭ്യമാകണം എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ളൊരു നിലപാട് പരിശോധിക്കപ്പെടേണ്ടത്. ഒന്ന്, ഈ നേരത്തെ വിജേന്ദർ സിംഗ് BJPയുടെ MP ആണല്ലോ, അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടുന്നൊരു സംഗതിയുണ്ട്.
ഇത്തരത്തിൽ പല റെസ്ലേഴ്സുമായി സംസാരിച്ചു. വിനേഷ് ഫോഗട്ടിന് ഇത്തരത്തിൽ ഒരു ദൗർഭാഗ്യം വന്നതിൽ അങ്ങേയറ്റം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് BJPയുടെ MP വിജേന്ദ്ര സിംഗ് രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായത്. അദ്ദേഹം പല അന്താരാഷ്ട്ര റെസ്ലേഴ്സുമായി സംസാരിച്ചു. അവർ പറയുന്നത് ഈ ഫൈനൽ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ നേരിയ ഒരു 100 ഗ്രാമിൻ്റെ വ്യത്യാസം വരുമ്പോൾ ഒരു ടെസ്റ്റിനു കൂടി, ഒരു ഫൈനൽ ടെസ്റ്റിനു കൂടി അവസരം നൽകേണ്ടതാണ്. ഈ ടെസ്റ്റിൽ പരാജയപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഇത്തരത്തിൽ അപ്പീൽ പോകേണ്ടതായിരുന്നു. പക്ഷേ എപ്പോഴാണ് അപ്പീൽ പോകുന്നത്? ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടെയാണ് അപ്പീൽ പോകുന്നത്. അതപ്പോൾ തന്നെ അപ്പീൽ പോയി ഇന്ത്യയുടെ പ്രശ്നമാണ് എന്നത് ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഇത് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന തരത്തിൽ ഇന്ത്യ നിൽക്കേണ്ട ഒരു ഘട്ടമായിരുന്നു. മറ്റൊന്ന്, ആ സിൽവർ മെഡൽ അത് ലഭിക്കണം എന്ന ഇന്ത്യയുടെ താല്പര്യം ഇന്ത്യ പറയാതെ തന്നെ അമേരിക്കയുടെ താരം പറയുന്നൊരു സ്ഥിതിയുണ്ടായി. ഇവിടെയാണ് ചില കള്ളക്കളികൾ നമുക്ക് സംശയിക്കേണ്ടി വരുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ഇതിന് 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ചു, ഇത്ര ഭാരം കൂടുതൽ ആ താരത്തിനുണ്ടാകുന്നു, അയോഗ്യത കൽപ്പിക്കപ്പെടുന്നു, ആ സാഹചര്യത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ്, അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. സ്വാഭാവികമായിട്ടും അതിൽ തന്നെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൽ തെറ്റായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തെ വശമാണ് ഈ മത്സരത്തിൽ തങ്ങളുടെ താരം അയോഗ്യതയാകുമ്പോൾ നമുക്ക് കൃത്യമായി അറിയാം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രതികരിച്ചവർ വളരെ വളരെ ലൈറ്റായിരുന്നു ആ പ്രതികരണം. ഈവൻ പല വീഡിയോയും ഒളിമ്പിക് അസോസിയേഷൻ ഭാരവാഹികളുടെ വീഡിയോയിൽ പോലും നമുക്ക് കാണാം കടുത്ത ഭാഷയിൽ വിമർശിക്കാനോ അല്ലെങ്കിൽ താരത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു നിലപാട്, കൃത്യമായ നിലപാടിനോ തയ്യാറാവാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നീലിമ പറഞ്ഞതുപോലെ തന്നെ ഇതിനൊരു അപ്പീൽ കൊടുക്കുന്നത് വളരെ കഴിഞ്ഞാണ്. സ്വാഭാവികമായി ആർക്കറിയാം ആ അപ്പീൽ പരിഗണിക്കപ്പെടില്ല. ഒരു കാര്യം പരിശോധിക്കേണ്ടത്, നമുക്ക് ഒളിമ്പിക്സിൻ്റെ ഒരു വലിയ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാം ഇത്തരത്തിൽ ഭാരം നിർണ്ണയിക്കുന്ന മത്സരങ്ങളിൽ ഫൈനലിലെത്തിയൊരു താരം എത്ര തവണ ഭാരത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശോധിച്ച് നോക്കൂ. അത്യപൂർവം അല്ലെങ്കിൽ സംഭവിക്കാത്ത കാര്യമായിരിക്കും. ഇത് നമ്മുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു. അതാണ് സംശയത്തിനിട നൽകുന്നത്. സ്വാഭാവികമായും മുൻഘട്ടങ്ങളിൽ പരിശോധനയിൽ സ്വാഭാവികമായും പുറത്താവേണ്ടതാണ്. എന്നാൽ ഇത് അതിനിർണായകമായ ഘട്ടത്തിൽ ഫൈനലിലെത്തിയിരിക്കുന്നു, സ്വർണം ഉറപ്പായ ഒരു ഘട്ടത്തിൽ. ആ ഘട്ടത്തിലാണ് ഈ താരത്തിന് ഇത്തരം ഒരു പിഴവിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാരക്കുറവിലൂടെ ഭാരക്കൂടുതലിലൂടെ പുറത്തു പോകേണ്ടി വരുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ട് ഇതൊരു സംഭവിക്കുന്ന കാര്യമാണ്, കൂടുതലായിട്ട് സംഭവിക്കുന്നു. നമുക്കൊരു ഉത്തേജക വിവാദവും മറ്റും പലതവണ ഉണ്ടാകുന്നു, നിരവധി താരങ്ങൾ പിടിക്കപ്പെട്ടുണ്ടാകുന്നു, അത് സ്വാഭാവികമായി സംഭവിക്കുന്നത്. പക്ഷേ ഇതൊരു പിഴവ് ഒരു കൃത്യമായ ശാസ്ത്രീയമായ അവലോകനം അല്ലെങ്കിൽ ആ നിലയ്ക്ക് താരത്തെ മത്സരത്തിന് ഒരുക്കുകയും ചെയ്യാത്തത് കൊണ്ട് സംഭവിച്ചൊരു പിഴവാണ്. എന്നാൽ ആ പിഴവ് പറ്റി, എന്നാൽ അതിനെതിരായ ഒരു പ്രതികരണം വളരെ 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 ലേസി ആയിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് പറയണം. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് പലതും വിനേഷ് ഫോഗട്ടിന് ഈ മെഡൽ ലഭിക്കുന്നത് ആരെയൊക്കെയോ ഭയപ്പെടുത്തിയിരുന്നോ അല്ലെങ്കിൽ അത് ലഭിക്കരുത് എന്ന് ആരൊക്കെയോ നിശ്ചയിച്ചിരുന്നോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയേണ്ടി വരും. യെസ്, ശ്രീ രാജശേഖരൻ നായർ, ഇത് തന്നെയാണ് ഉയർത്തുന്ന ഒരു സംശയം. ഈ വിജേന്ദർ സിംഗിൻ്റെ ആ ഒരു പ്രതികരണത്തിലേക്ക് മാത്രം വന്നാൽ അക്കാര്യങ്ങൾ ബോധ്യമാവുകയാണ്. അദ്ദേഹം ശ്രദ്ധിക്കണം, അദ്ദേഹം BJPയുടെ MP കൂടിയാണ്. പല റെസ്ലേഴ്സുമായി സംസാരിച്ചു, അന്താരാഷ്ട്ര തലത്തിൽ കളിക്കുന്ന പല റെസ്ലേഴ്സുമായി സംസാരിച്ചു. ഇത്തരത്തിൽ ഒട്ടേറെ നിയമാവലികൾ നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ ഫൈനലിലേക്ക് എത്തുന്ന ഒരു താരം ഈ ചെറിയൊരു കൂടുതലിൻ്റെ പേരിൽ അയോഗ്യമാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ നമുക്ക് തീർച്ചയായും ഒരു അപ്പീലിനുള്ള അവസരമുണ്ട്, ഒരു ഫൈനൽ ടെസ്റ്റിനുള്ള അവസരമുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. താങ്കൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും എന്തായാലും നമ്മൾ വിനീഷയുടെ കൂടെ തന്നെയാണ്. അങ്ങനെ ഒരു മെഡൽ നഷ്ടപ്പെട്ടപ്പോൾ നമുക്കുള്ള ഇന്ത്യയുടെ വേദന ഉള്ളതുപോലെ തന്നെയാണ്. ഏതൊരു കായിക താരത്തിനും വളരെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു മെഡൽ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേദനയുണ്ട്. പക്ഷേ ആ സമയത്ത് റെസ്പോണ്ട് ചെയ്യണമായിരുന്നു. ഇന്ത്യയുടെ ഒളിമ്പിക് അസോസിയേഷൻ്റെ PT ഉഷ ഒക്കെ അവിടെ ആ വേദിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും ആ സമയത്ത് റെസ്പോണ്ട് ചെയ്യണമായിരുന്നു. വളരെ വൈകിപ്പോയി എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. നമ്മുടെ റെസ്ലിംഗ് ഫെഡറേഷൻ്റെ ടെക്നിക്കൽ ഓഫീസറുമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെട്ടു. നമ്മളെ VN പ്രസൂ സാർ ഡയറക്ടറാണ്, ടെക്നിക്കൽ ഡയറക്ടറാണ്. പക്ഷേ അദ്ദേഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോഴും പക്ഷേ നമ്മൾ വളരെ വൈകിപ്പോയി. ആ സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ 5 മിനിറ്റോ ഒക്കെ സമയം ചോദിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക്
വേയിങ് നമ്മളെ ഈ ശരീരഭാരം നിർണ്ണയം ഒരു 5 മിനിറ്റും കൂടെ പെർമിഷൻ കിട്ടിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ നമുക്ക് 100 ഗ്രാം കൂടെ കുറച്ച് ആ കുട്ടിക്ക് മത്സരത്തിൽ പങ്കെടുക്കാമായിരുന്നു. പക്ഷേ എന്തായാലും ഇതിനകത്ത് എന്തെങ്കിലും അട്ടിമറി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. 100% അത് നമ്മളും അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ ആ കുട്ടിയുടെ കൂടെ തന്നെയാണ്, വിനീഷയുടെ കൂടെ ഒപ്പം തന്നെയാണ്. ആ മെഡൽ നഷ്ടപ്പെട്ടതിൽ നമുക്ക് അങ്ങേയറ്റം വേദനയുമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു വനിതാ കായിക താരം കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഷെർമി ഉൽ ഹന്നാൻ, കബഡി താരമാണ്. ഷെർമി, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. സൂമിൽ കണക്ട് ചെയ്യാൻ നോക്കുകയായിരുന്നു, ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ചർച്ചയിലേക്ക് ഷെർമിയെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഷെർമി, ഇതിൽ വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത് ഒരു ഗുസ്തി താരം മാത്രമല്ല, ഒളിമ്പിക്സിൽ ഒരു സ്വർണം മെഡൽ നേടാൻ വേണ്ടി പോയ ഒരു വ്യക്തി മാത്രമല്ല, ഈ രാജ്യത്തെ കായിക താരങ്ങളായ പെൺകുട്ടികളുടെ അഭിമാനത്തിന് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു കായിക താരമാണ് വിനീഷ് ഫോഗട്ട് എന്ന് പറയുന്നത്. ഈ വിനീഷ് ഈ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ആകാതിരിക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അണിയറ നീക്കങ്ങൾ, പിന്നാമ്പുറ നീക്കങ്ങൾ അവിടെ നടന്നു എന്ന് വനിതാ കായിക താരം എന്ന നിലയിൽ ഷെർമി സംശയിക്കുന്നുണ്ടോ? തീർച്ചയായും സംശയിക്കുന്നുണ്ട്. കാര്യം ഒരു കായിക താരം എന്ന നിലയിൽ, കേൾക്കാമോ? കേൾക്കാം. ഒരു വനിതാ കായിക താരം എന്ന നിലയിൽ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. കാര്യം ഒരു ടീം പോകുമ്പോൾ, ഒരു മേജർ കോമ്പറ്റീഷൻ ആയിട്ട് ഒരു ടീം പോകുമ്പോൾ ആ ടീമിന്റെ കൂടെ ഒരു അതായത് പിന്നെ ഡയറ്റീഷ്യൻ കാണും, അതുപോലെ കോച്ചസിന്റെ ഒരു വലിയ ഗ്രൂപ്പ് കാണും, അതുപോലെ എല്ലാ സംവിധാനങ്ങളുമായിട്ടാണ് ഒരു ഇന്ത്യൻ ടീം ഒരു മേജർ കോമ്പറ്റീഷൻ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ, അതായത് 100 ഗ്രാം വ്യത്യാസത്തിൽ ഒഴിവാക്കപ്പെട്ടു, തടയപ്പെട്ടു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഷെയിമായിട്ടാണ് തോന്നുന്നത്. ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തൊക്കെ ഇതുപോലെ ഒരു സംഭവം നടക്കുക. ഇപ്പൊ പാരീസിലാണെങ്കിലും നമ്മുടെ പ്രതിനിധികൾ പോയിട്ടുണ്ട്. അവരെ കൊണ്ട് പോലും അത് അനുകൂലമായിട്ടൊരു വിധി ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ലഗ്നിയാണ് സത്യം പറഞ്ഞാൽ തോന്നുന്നത്. കാര്യം ഒരു കുടുംബത്തിന്റെ എല്ലാ സ്വപ്നങ്ങളുമാണ് അവിടെ തകർത്തെറിയപ്പെട്ടത്. അതൊക്കെയാണ് ഒരു ഒളിമ്പിക്സിനായിട്ട് എനിക്ക് തോന്നുന്നു മറ്റ് കായിക താരങ്ങൾക്ക് കിട്ടിയതുപോലെയുള്ള ഒരു സൗകര്യങ്ങളും വിനേഷിനെ സംബന്ധിച്ച് കിട്ടിയിട്ടില്ല. കാര്യം കുറച്ചു കാലം സമരത്തിന് പുറകെയായിരുന്നു, ബാക്കിയുള്ള കാര്യങ്ങളിലായതുകൊണ്ട് ഒരു തരത്തിലും അവർക്ക് ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം പോലും അവർക്ക് കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് പോലും അവരുടെ ആദ്യ റൗണ്ടിൽ തന്നെ അവർക്ക് ഏറ്റവും വലിയ ടൈറ്റ് കോമ്പറ്റീഷനെയാണ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. അല്ലാതെ ഇനി ഒരിക്കലും ഒരു പ്ലെയറിന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. വിനേഷിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്ന 8ാം ക്ലാസ്സിൽ 8 വയസ്സുള്ളപ്പോഴാണ് ആ വിനേഷിന്റെ അച്ഛൻ മരിക്കുന്നത്. അതിനുശേഷം അവരുടെ കുടുംബം മൊത്തം സ്പോർട്സിലോട്ട് തിരിഞ്ഞ് ഇപ്പൊ വിനേഷിനെ പോലെ, അതായത് നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ന നിലയിൽ അഭിമാനിക്കാവുന്ന ഒരു കായിക താരമാണ് വിനേഷ്. വിനേഷിന്റെ ആ പരാജയം ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ആ ഒരു ഇവരെല്ലാം കൂടി അയോഗ്യരാക്കപ്പെട്ട ആ സമയത്തുണ്ടായ ഫീലിംഗ് ഉണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് സംഭവിച്ച പോലെയാണ് നമ്മൾ കായിക താരം എന്ന നില. ഇതൊന്നും നോക്കി നിൽക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതിന് വേണ്ടുന്ന രീതിയിൽ ഒരു പരിശോധന കമ്മിറ്റിയെ വെച്ച് പരിശോധിക്കേണ്ട ആവശ്യം തന്നെയാണ്. അതായത് ഈ ദംഗൽ സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഈ ഫോഗട്ടിൻ്റെ കുടുംബമൊക്കെ ഈ ഒരു കായിക ഇനത്തിന് വേണ്ടി അവർ തലമുറകളായി അവരുടെ എല്ലാം ത്യജിച്ച് ഇതിനു വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. ഷെർമി, ഈ ഇവരുടെ അഖാഡയിൽ വലിയൊരു ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഹരിയാനയിലെ ഗ്രാമത്തിലെല്ലാം സജ്ജമായിരുന്നു. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യാൻ അടക്കം സജ്ജമായിരുന്നൊരവസ്ഥ. അവിടെയാണ് ഇടുത്തി പോലെ ഇത്തരത്തിൽ ആ ഗ്രാമത്തെ ഒന്നാകെ, ആ അഖാഡയെ ഒന്നാകെ ഉലച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു അപശകുനം പോലെ ഈ വാർത്ത വന്നെത്തുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ കുടുംബത്തിന് മാത്രമല്ല, ഇന്നലെ അമ്മയെ വിളിച്ച് വിനേഷ് പറഞ്ഞത് ഞാൻ സ്വർണവുമായി തിരിച്ചു വരുമെന്നതാണ്. ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായില്ലേ? ഇപ്പോൾ അവർ സെമി ഫൈനലിൽ കരസ്ഥമാക്കിയ ആ വെള്ളി മെഡലെങ്കിലും നമുക്ക് തിരിച്ച് കിട്ടണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്, അവർ അർഹതപ്പെട്ടത് തന്നെയാണ്. കാര്യം മറ്റൊരു കായിക താരങ്ങൾക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് വിനേഷിനെ സംബന്ധിച്ച് കിട്ടിയിട്ടില്ല. വിനേഷിനെ സംബന്ധിച്ച് കിട്ടിയിട്ടുള്ള എന്താണ്, ജനങ്ങളുടെ പിന്തുണ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്, അല്ലേ? അത് കാര്യമല്ലേ? അപ്പോൾ വിനേഷിന് അർഹതപ്പെട്ട മെഡല് അത് എന്ത് തന്നെയാണെങ്കിലും, ഇപ്പൊ ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും തേർഡ് ആണെങ്കിലും
പിന്നെ കിട്ടിയേ പറ്റുമോ, കിട്ടിയേ തീരുള്ളൂ എന്ന് തന്നെ നമ്മൾ ഉറച്ച് നമ്മൾ തീരുമാനം എടുത്ത് തന്നെ മുന്നോട്ട് പോകണം. അത് ഒരു കാര്യം, നമ്മുടെ ഒളിമ്പിക് അസോസിയേഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് പിന്നെ പരിശോധന കഴിഞ്ഞ ഒരു 10 മിനിറ്റിനുള്ളിൽ അത് അപ്പീൽ ചെയ്യാമായിരുന്നു. അവരത് ചെയ്തില്ല. അത് വലിയൊരു മേജർ മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇത് മുൻപും പല കായിക താരങ്ങളുടെ കേസിലും ഇങ്ങനെ ഈ ഒരു വെയിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ടല്ല, മറ്റു പല കാര്യങ്ങൾ, അതൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് അവസാനിപ്പിക്കേണ്ട സാഹചര്യം കഴിഞ്ഞു. ഒരുപാട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മളൊരു മേജർ കോമ്പറ്റീഷനിലോട്ട് എത്തുന്നത്. ഒരു കുടുംബത്തിന്റെ ഇല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ തന്നെ സ്വപ്നത്തെയാണ് ഇപ്പൊ തകർത്തെറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എന്താണോ സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഷർമി, ചർച്ചയിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സുദേശിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സുദേശ്, ഈ ഫോഗട്ട് ഫൈനലിൽ എത്തിയപ്പോഴേ ഇന്ത്യ വലിയൊരു ഉത്സവ അന്തരീക്ഷത്തിലായിരുന്നു. ഏതാണ്ട് ഇന്നലെ 24 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഈ സമയത്തൊക്കെ വലിയ ആവേശം അലതല്ലുകയായിരുന്നു ഇന്ത്യയിൽ. ഇന്ത്യ ഒരു സ്വർണ്ണ പതക്കവുമായി പാരീസിൽ നിന്നും മടങ്ങുന്നു എന്ന ശുഭവാർത്ത ആഘോഷിക്കുകയായിരുന്നു രാജ്യം. പലരും ഇത്തരത്തിൽ വിനേഷ് ഫോഗട്ടിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഒരു അഭിനന്ദന വാക്കിനു വേണ്ടി പോലും അവരെ വിളിച്ചില്ല എന്നത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് പ്രധാനമന്ത്രി അടക്കം ഇത്ര വലിയൊരു നേട്ടത്തിന് മുന്നിൽ വിനേഷ് ഫോഗട്ട് നിൽക്കുമ്പോൾ അവരെ അഭിനന്ദിക്കാൻ തയ്യാറായില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. പക്ഷേ അയോഗ്യമാക്കപ്പെട്ട ആ സാഹചര്യത്തിൽ പിന്തുണയുമായി എത്തുന്നു. ഇത് ഒരുതരം എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടതെന്നറിയില്ല. ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു മാധ്യമപ്രവർത്തകനാണ്, സ്പോർട്സ് രംഗം കൃത്യമായി അറിയാവുന്ന ഒരാളാണ്. എങ്ങനെയാണ് ഇവരുടെയൊക്കെ ഇത്തരത്തിലുള്ള നടപടികളെ കാണേണ്ടത്? അല്ല, നമുക്ക് അറിയാം, എന്നും ഇത്തരത്തിലിപ്പോൾ 1,80,000 മാത്രം ജനസംഖ്യയുള്ള സെൻറ്റ് ലൂസിയ ഒരു സ്വർണ്ണ മെഡൽ ഈ ഒളിമ്പിക്സിൽ നേടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ 144 കോടി ജനങ്ങൾക്ക് എത്രത്തോളം ആയിരിക്കും പ്രതീക്ഷ, അല്ലെങ്കിൽ തങ്ങളുടെ താരങ്ങളെ നമ്മുടെ കായിക മേഖലയുടെയോ അല്ലെങ്കിൽ ഇന്ത്യൻ കായിക രംഗത്തിൻ്റെയോ ഒരു സാഹചര്യമോ മറ്റൊന്നും പരിശോധിക്കുകയല്ല, എങ്കിൽ പോലും വലിയ പ്രതീക്ഷ ഉണ്ടാവും. അപ്പോൾ അതിനൊത്ത് പ്രകടനം നടത്താൻ ഇത്തവണ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ഏതാനും വെങ്കല മെഡലുകൾ, അതിനെ കുറച്ച് കാണുകയല്ല, ഒരിക്കലും അങ്ങനെ കരുതരുത്, അതുമാത്രമാണ് ഉണ്ടായിരുന്നത്. ഓസ്ട്രേലിയ പോലുള്ള വളരെ ജനസംഖ്യയിലേക്ക് വളരെ താഴെയുള്ള രാജ്യങ്ങൾ മൂന്നാമതാണ് ഓസ്ട്രേലിയ. ഇറ്റലി വളരെ മികച്ച പ്രകടനം, അത്ലറ്റിക്സിലും മറ്റും ഒരു അത്ഭുതമായി വരുന്നത് നമ്മൾ കാണുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിൽ ജമൈക്ക പോലുള്ള, സെൻറ്റ് ലൂസിയ പോലുള്ള, അവർ മറ്റു രാജ്യങ്ങളെ നമുക്ക് അമേരിക്കയോ അല്ലെങ്കിൽ ഇറ്റലിയോ ഓസ്ട്രേലിയയൊക്കെ കുറച്ചുകൂടെ സമ്പന്ന രാജ്യങ്ങൾ എന്ന നിലയിലെങ്കിലും പറയാം. അല്ലാത്ത രാജ്യങ്ങൾ പോലും കൃത്യമായ ആസൂത്രണത്തിലൂടെ ചില പ്രത്യേക ഇനങ്ങൾ കേന്ദ്രീകരിച്ച് അവർ മെഡൽ നേടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമുക്കുള്ള ചില പ്രതീക്ഷകളായിരുന്നു. നമുക്കറിയാം, ഗുസ്തിയിൽ കഴിഞ്ഞ 4 ഒളിമ്പിക്സുകളിൽ തുടർച്ചയായി നമ്മൾ മെഡൽ നേടുന്നു. ബോക്സിങ്, അമ്പെയ്ത്ത്, ഷൂട്ടിംഗ് പോലുള്ള ഇനങ്ങളിൽ നമുക്ക് കൂടുതൽ മെഡലുകൾ വരുന്നത് നമ്മൾ കാണുന്നു. എന്നാൽ ഇത്തവണ അതിനെല്ലാം വലിയ ഒരു കുറവുണ്ടായ ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ജനതയ്ക്ക് ആഘോഷിക്കാനുള്ള ഒരു വക തന്നെയായിരുന്നു. ഏറ്റവും മികച്ച താരം, 1ാം സ്ഥാനക്കാരിയെ പോലും പിന്നിലാക്കിയാണ് ഫോഗട്ട് ഫൈനലിലേക്ക് എത്തുന്നത്. അമേരിക്കക്കാരിയെ തീർച്ചയായും അവർക്ക് നിലവിലെ ഫോമിൽ തീർച്ചയായും വിനേഷ് ഫോഗട്ട് അവരെ പരാജയപ്പെടുത്തുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, ഇപ്പോൾ അമേരിക്കക്കാരിയോട് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് 5-0 എന്ന സ്കോറിന് ഫോഗട്ടിനോട് പരാജയപ്പെട്ട ക്യൂബൻ താരമാണ് അമേരിക്കൻ താരത്തിനെതിരെ മത്സരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു സാധ്യതയുണ്ടായിരുന്നു, അതില്ലാതാവുന്ന നമ്മൾ കണ്ടു. ഈ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ നീരജ് ചോപ്ര നമുക്ക് ഏറെക്കുറെ വലിയൊരു മെഡൽ പ്രതീക്ഷയാണ്. പക്ഷേ ഇത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും ഇന്ത്യൻ ടീമിൻ്റെ ആകെ ഒരു നിറം കെടുത്തുന്ന രീതിയിലായിപ്പോയി ഫോഗട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇതിനെ നമ്മൾ തൽക്കാലം 2 കാര്യത്തിലാണ്. ഒന്ന്, ഈ സംഭവം കഴിഞ്ഞു, ഫോഗട്ടിന് മെഡൽ നഷ്ടമാവുന്നു. ആ സാഹചര്യങ്ങൾ പരിശോധിച്ച് അത് തിരുത്താനുള്ള എന്താണോ ഇതൊരു വലിയൊരു പാഠമായി കാണണം. ഇന്ത്യൻ സ്പോർട്സിനെ ബാധിച്ചിരിക്കുന്ന ദുഷിച്ച പ്രവണതകളെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ എത്തിയത് എന്നുള്ളത് പുനഃപരിശോധിക്കുകയും അതിനെതിരായുള്ള ഒരു നടപടികൾ ഉണ്ടാവുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം എന്ന് പറയാം. 2, ഇതിൽ കുറ്റക്കാരായവർക്കെതിരെ, ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാവാൻ കുറ്റക്കാരായവർക്കെതിരെ തീർച്ചയായും ഒരു അന്വേഷണം ഉണ്ടാവുകയും നടപടി ഉണ്ടാവുകയും ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. അല്ലെങ്കിൽ ആ തെറ്റുകാരെ തിരിച്ചറിയണം, അവരെ കണ്ടെത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത്.
വലിയൊരു പിന്തുണ നമുക്കറിയാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തെ പ്രമുഖ താരങ്ങൾ അല്ലെങ്കിൽ പ്രമുഖ കായിക താരങ്ങൾ എല്ലാവരും ഫോഗട്ടിന് പിന്തുണയുമായി വരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും ഇതൊരു പിഴവ് സംഭവിച്ചു, തെറ്റാണ്, അത് മത്സരിക്കാൻ യോഗ്യത ഇല്ലാതാവും എന്ന് പറഞ്ഞാണ് പലരും ന്യായീകരിക്കുന്നത്. ഒരിക്കലും അത്തരത്തിലേക്കുള്ള ഒരു രീതിയിലല്ല ചർച്ച പോകേണ്ടത്. ഒളിമ്പിക്സിലല്ല, ഏത് കാര്യത്തിലും കൃത്യമായ വ്യവസ്ഥകൾക്കനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ അത്തരം വ്യവസ്ഥകളെ പോലും തീർത്തും അവഗണിക്കുന്ന അല്ലെങ്കിൽ അതിനെ വെറും മറയാക്കുന്ന രീതിയിൽ പല പ്രവണതകളും ഈ കായിക മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരം പ്രവണതകൾക്കെതിരായ ഒരു പോരാട്ടത്തിനും ഒരു പ്രതിഷേധത്തിനുമുള്ള ഒരവസരം അല്ലെങ്കിൽ അതില്ലായ്മ ചെയ്യാനുള്ള നടപടികളിലേക്കുള്ള ഒരു അവസരമായി വേണം ഇത്തരം സംഭവങ്ങളെ കാണാൻ. തീർച്ചയായും വലിയൊരു പിന്തുണ തന്നെ ഫോഗട്ടിനുണ്ട്. നമുക്കറിയാം ഇത് ഇപ്പോൾ നമ്മൾ വളരെ കുറച്ച് കാണരുത്. ഒരു കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെയോ, നമുക്കറിയാം ഫോഗട്ടിൻ്റെ ഫാമിലി അവർ ചെറുപ്പകാലത്ത് പരിശീലിക്കുമ്പോൾ കുട്ടികളെ ഇത്തരം മത്സരങ്ങൾക്ക് വിടുന്നതിനെതിരെ വലിയ ആക്ഷേപം കേൾക്കുന്നു. മഹാവീർ ഫോഗട്ട് എന്ന വിനേഷ് ഫോഗട്ടിൻ്റെ അമ്മാവൻ്റെ കാര്യം നമുക്കറിയാം. ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ വിശകലനത്തിന്റെ കൂടി അനിവാര്യതയുണ്ട്. കാരണം പ്രതിപക്ഷമൊക്കെ വലിയ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അഡ്വക്കേറ്റ് അനിൽകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, ഇന്ന് വിനേഷ് ഫോഗട്ട് ഇന്ത്യയുടെ മൊത്തം സങ്കടമായി നമ്മുടെ മുന്നിലെല്ലാം നിൽക്കുകയാണ്. സ്വർണ്ണ പതക്കവുമായി തിരിച്ചു വരുന്ന വിനേഷ് ഫോഗട്ടിനെയല്ല നമ്മൾ കാണുന്നത്. അർഹതപ്പെട്ട സിൽവർ എങ്കിലും കൊണ്ടുവരാൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു നീക്കമുണ്ടായില്ല. അപ്പീൽ പോകുന്നത് പോലും ഉച്ചയ്ക്ക് ശേഷമാണ്. അത് അപ്പോൾ തന്നെ അപ്പീൽ പോയിരുന്നെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു ഫലം ഉണ്ടാകുമായിരുന്നു. മൊത്തത്തിൽ ഈ വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ കള്ളക്കളി ഇക്കാര്യത്തിൽ ബ്രിജ്ഭൂഷണുമായി ചേർത്തുകൊണ്ട് ഒരു കള്ളക്കളി ഇക്കാര്യത്തിൽ നടന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകുമോ? ഭാരതത്തിന്റെ മനസ്സ് കീഴടക്കിയ ഗുസ്തിതാരങ്ങളും അവരനുഭവിച്ച യാതനകളും വേദനകളുമെല്ലാം ഗംഗാ നദിയിൽ അവർ നേടിയെടുത്ത മെഡലുകൾ ഒഴുക്കുന്ന നിമിഷത്തിൽ നെഞ്ചുപിടഞ്ഞ് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്തെ പല സ്ഥലങ്ങളിലും BJPക്ക് ഏറ്റവും വിഷമകരമായത് ബ്രിജ്ഭൂഷൺ സിംഗ് ഈ താരങ്ങൾക്കെതിരായി നടത്തിയ കടന്നാക്രമണവും ആ കടന്നാക്രമണം നടത്തിയ ആളെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടും, പ്രത്യേകിച്ച് ഗുസ്തി താരങ്ങളുടെ ഗ്രാമങ്ങളിലൊക്കെ വല്ലാത്ത പ്രതിഷേധം, കർഷകരുടെ രോഷം ഉയർന്നു വന്നു. പക്ഷേ രാജ്യത്തിന് വേണ്ടി മത്സരിക്കാൻ നമ്മുടെ കായിക താരങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അവരോടൊപ്പം നിൽക്കും. ആഭ്യന്തരമായി ഇത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ചെറിയ ബുദ്ധിയിൽ അവർ ഉയർത്തിപ്പിടിക്കില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. മറിച്ചാണ് സംഭവിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ഗുസ്തി താരങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ തൂക്കം പരിശോധിച്ചുകൊണ്ട് കൃത്യമായ നിലയ്ക്ക് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് സംവിധാനമുണ്ട്. അവരുടെ ഭക്ഷണ രീതികൾ, ഭക്ഷണക്രമങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ മുമ്പ് തന്നെ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ഒളിമ്പിക്സിലാണ് കായിക താരം നിലയ്ക്ക് അയോഗ്യരാക്കപ്പെട്ട ഒരു കായിക താരം അവരുടെ ശരീരത്തില് മയക്കുമരുന്നിന്റെ അളവുണ്ട് എന്നൊരു ആക്ഷേപം പിടിക്കപ്പെട്ടുവെന്ന് വാർത്ത വരികയുണ്ടായി. അപ്പൊ അവർക്ക് ലഭ്യമായ ഭക്ഷണം ഒരു പ്രശ്നമാണ്. ആ ഭക്ഷണത്തിൽ ഇപ്രകാരമുള്ളത് കലർത്തിയതിന്റെ ഭാഗമായിട്ടാണ് തനിക്ക് ഈ ഗതി വന്നത് എന്ന് അന്ന് അവർ പരിതപിക്കുന്നത് നമ്മൾ കേട്ടതാണ്. 4 കൊല്ലം മുമ്പത്തെ അനുഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ നമ്മുടെ രാജ്യത്തെ ഭരണകൂടം പ്രതിക്കൂട്ടിലാകുന്ന വിധം ഒരു സമരം നടത്തിയിട്ടില്ല വിനേഷ് ഫോഗട്ട്. അവര് സ്വർണത്തിനരികെ വന്ന് കൈ ഉയർത്തി നിൽക്കുമ്പോൾ ഭാരതത്തിന് വേണ്ടി സ്വർണം നേടാൻ നമ്മളോടൊപ്പം നമ്മുടെ മുമ്പിൽ അവർ ഓടിക്കൊണ്ട് അല്ലെങ്കിൽ ഗുസ്തിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇപ്രകാരം ഒരു ദുര്യോഗത്തിന് ഇരയാകേണ്ടി വരുന്നത് നിശ്ചയമായും ആ കായിക താരത്തിന് പിന്തുണ നൽകേണ്ട ഔദ്യോഗിക സംവിധാനങ്ങളുടെ പരാജയം തന്നെയാണ്. അവര് ഈ മത്സരത്തിന് പോകും മുമ്പ് തന്നെ ദിവസേന എന്നവണ്ണം ശരീരത്തിലെ തൂക്കം പരിശോധിച്ചുകൊണ്ടാണല്ലോ പോകാറുള്ളത്. തൂക്കം കുറയ്ക്കണമെങ്കിലോ 100 ഗ്രാം തൂക്കം ഒരാളുടെ ശരീരത്തിൽ കുറയ്ക്കണമെങ്കിൽ അതിന് അനായാസം സാധിക്കാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനാവശ്യമായിട്ടുള്ള ജാഗ്രത എടുത്താൽ. അത്തരം ജാഗ്രതാപരമായ നീക്കം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവർക്ക് സംരക്ഷണം ഒരുക്കുന്നവരെയല്ല സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു, നല്ല കാര്യം. പക്ഷേ പ്രവർത്തിക്കേണ്ടത് ആരായിരുന്നു? പ്രവർത്തിക്കേണ്ടത് കായിക താരങ്ങളുടെ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അസോസിയേഷനാണ്.
ഗുസ്തി ഫെഡറേഷനാണ്. അവരെന്തു ചെയ്തു? അവരുടെ നിലപാട് എന്തായിരുന്നു? വൈകി ഒരു അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും സർക്കാർ അതിൽ ഗൗരവത്തിലെടുക്കുന്നില്ല. പിന്നീടുണ്ടായ കോലാഹലങ്ങളുടെ ഭാഗമായി ഒരു അപ്പീലാണ്. അത് അതിന്റെ വഴിക്ക് പോവുക എന്നുള്ളതായിരിക്കും അധികാരികൾ സ്വീകരിക്കാൻ പോകുന്ന നില. ഇത് ദയനീയമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ കായിക ഭാവിയിൽ ഒളിമ്പിക് സ്വപ്നം കാണുന്ന ഒരു യുവതലമുറയുടെ സ്വപ്നങ്ങൾ കരിച്ചു കളയുന്ന ഏറ്റവും തെറ്റായ അധമ രാഷ്ട്രീയത്തിന്റെ തെറ്റായ പ്രയോഗം തന്നെയാണ്. അതിനെതിരെ രാജ്യത്തെ യൗവനം, രാജ്യത്തിന്റെ കായിക മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരും ഉണർന്നുയർന്നു വരും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ശ്രീ അനിൽകുമാർ, അങ്ങയുടെ ശ്രദ്ധയിലേക്ക് മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ അവർ എക്സിൽ ചില ആശങ്കകൾ പങ്കുവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നേരത്തെ ഒളിമ്പിക്സിൽ സൂചിപ്പിച്ചതുപോലെ ഉത്തേജക മരുന്ന് കലക്കിത്തരികയോ അത്തരത്തിൽ എന്നെ അയോഗ്യരാക്കുന്ന വിധത്തിൽ ഏതെങ്കിലും പ്രവർത്തികൾ ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം ബ്രജ്ഭൂഷൺ ആ സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും അയാൾ നയിക്കുന്ന സംവിധാനമാണ് ഈ ഗുസ്തി ഫെഡറേഷനെ എല്ലാം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഭയമാകുന്നു എന്ന് കാണിച്ചുകൊണ്ട് അവർ എക്സിൽ ചില കാര്യങ്ങൾ കുറിച്ചു. കേന്ദ്ര സർക്കാരിനോട് സായിയോട് ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷേ അതൊന്നും ചെയ്തു തരാൻ കൂട്ടാക്കിയില്ല. അതൊരു ഭാഗത്ത്. മറ്റൊന്ന്, ഇന്നലെ ഇന്ത്യ മുഴുവൻ ആഘോഷത്തിലായിരുന്നു ഈ സമയത്തൊക്കെ. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവരെ അഭിനന്ദിച്ചുകൊണ്ട്, വിനേഷ് ഫോഗട്ടിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒന്നും പറഞ്ഞില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. മാത്രവുമല്ല, കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളും അത്തരത്തിൽ ഒരു മൗനം പാലിക്കുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷേ അയോഗ്യയാക്കപ്പെട്ട ശേഷമാണ് ഇവരെല്ലാം ഇത്തരത്തിൽ ഇവർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത് എന്നതുകൂടി ശ്രദ്ധേയമല്ലേ? അവിടെയാണ് ഈ അയോഗ്യതാ വാർത്ത ലഭിച്ചതിനെ തുടർന്ന് പ്രതികരിക്കുന്ന ബ്രിജ്ഭൂഷന്റെ മകനും ഈ ഗുസ്തി ഫെഡറേഷനിൽ ഇപ്പോഴത്തെ അധികാരിയും എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചതെന്ന് നോക്കൂ. എത്ര ധാർഷ്ട്യത്തോടെയാണ്, എത്ര ധിക്കാരത്തോടെയാണ്. മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ രീതി ഞാൻ കണ്ടു. ശാരീരികമായ അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങൾ നമ്മൾ കണ്ടു. ഇവിടെയാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, അച്ഛന്റെ മകൻ തന്നെയാണ്. ഇത്തരം ആളുകളെ ഈ ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഇത്തരം താരങ്ങളുടെ ഭാവി അതിന്റെ ദുരന്തമാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ശ്രീ അനിൽകുമാർ, വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ കെ ശൈലജ ടീച്ചർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി കെ ശൈലജ, നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് വലിയൊരു വേദനയായി, സ്ത്രീകളെ മാത്രമല്ല ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയ വേദനയാണ് വിനേഷ് ഫോഗട്ട് എന്ന താരം. എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഇവരുടെ ഈ വിനേഷ് ഫോഗട്ടിൻ്റെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? ഏതെങ്കിലും വിധത്തിൽ ആത്മാർത്ഥമായ ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വിനേഷ് ഫോഗട്ടിൻ്റെ കാര്യത്തിൽ ഉണ്ടായി എന്ന് വിശ്വസിക്കാമോ? ഒട്ടും ആത്മാർത്ഥമായിട്ടുള്ള സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകാനിടയില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ നിരാശാജനകവും ദുഃഖകരവും പ്രതിഷേധാർഹവുമായിട്ടുള്ള ഒരു കാര്യമാണ്. പൊരുതി കയറിയ ഒരു മാതൃകയാണ് വിനേഷ് ഫോഗട്ട്. ഞാൻ മഹിളാ അസോസിയേഷൻ നേതാക്കളോടൊപ്പം ആ സമരപന്തലിൽ പോയിരുന്നു. ബ്രിജേഷ് ഭൂഷണെതിരായിട്ടുള്ള ആ സമരത്തിൽ വളരെ ലൈംഗിക ആരോപണം അടക്കം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിന്റെ അതിപ്രശസ്തരായിട്ടുള്ള താരങ്ങൾ, കായിക താരങ്ങൾ നടത്തിയ സമരം, അവരുടെ അതിജീവനത്തിന് വേണ്ടി നടത്തിയ പോരാട്ടം, അതിനെയൊക്കെ എത്ര മോശമായ രീതിയിലാണ് കേന്ദ്ര സർക്കാർ കണ്ടതും അവഗണിച്ചതും. അവഗണിക്കുകയല്ല, അതിനെ മർദ്ദിച്ചൊതുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പൊ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ കരുത്തായിട്ടുള്ള വിനേഷ് ഈ ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുക്കാൻ പോയതും ഫൈനലിൽ പ്രവേശിച്ചതും. എന്നാൽ ഫൈനലിൽ എത്തിയതിനു ശേഷമാണ് ഈ ഒരു വ്യത്യാസം കണ്ടുപിടിച്ചുകൊണ്ട് 100 ഗ്രാമിന്റെ തൂക്കത്തിന്റെ വ്യത്യാസത്തിൽ അത് ഫൈനലിൽ നിന്ന് അടുത്ത മത്സരത്തിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നു, ഫൈനലിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന വാർത്ത വരുന്നത്. ഇതെല്ലാം ഒരു അന്വേഷണ വിധേയമാക്കേണ്ടുന്ന വസ്തുതയാണെന്നുള്ളതാണ്. പക്ഷെ ആരാണ് അതിന് ആവശ്യപ്പെടുക, ആരാണ് അത് അന്വേഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയാകെ പ്രതിഷേധ ശബ്ദം ഉയർത്തേണ്ടുന്ന ഒരു സംഭവമാണ് വിനേഷ് ഫോഗട്ടിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ വിനേഷ് വളരെ ധീരയായിട്ടുള്ള പെൺകുട്ടിയാണ്, കായിക താരമാണ്. അവരതിനെ അതിജീവിക്കും. വളരെ ധീരമായിട്ട് തന്നെ നമ്മളെല്ലാവരും വിനേഷിന്റെ കൂടെ വളരെ ശക്തമായിട്ടുള്ള ഒരു പിന്താങ്ങായിട്ട് നമ്മൾ ഉണ്ടാകും. ഇന്ത്യ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വിശേഷിച്ചും സ്ത്രീ സമൂഹം ഒന്നാകെ വിനേഷിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് കരുത്ത് പകർന്നുകൊണ്ട് കൂടെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശൈല ടീച്ചർ, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, PT ഉഷയെ പോലുള്ള ഒരു താരം
അവിടെ ഈ താരങ്ങൾക്കെല്ലാം വഴികാട്ടിയായിട്ട് അവിടെയുണ്ട്. പക്ഷേ PT ഉഷ പോലും എന്താണ് ഇക്കാര്യത്തിൽ ചെയ്തത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? കാരണം ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി, രാവിലെ അയോഗ്യയാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ തന്നെ ഓപ്ഷനുണ്ട് ഇത്തരത്തിൽ അപ്പീൽ നൽകാൻ, അല്ലെങ്കിൽ ഒരു ഫൈനൽ ടെസ്റ്റിന് കൂടി വിധേയമാകാൻ കഴിയുന്ന വിധത്തിൽ ഒരു സമ്മർദ്ദം ശക്തമാക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്, ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഉണ്ടായില്ല. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് മാത്രമാണ് ഇത്തരത്തിൽ ഗുസ്തി ഫെഡറേഷൻ ഒരു പരാതി പോലും ഒളിമ്പിക് അസോസിയേഷന് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. PT ഉഷയെ പോലെ ഒരു താരമൊക്കെ ഉള്ളപ്പോൾ ഈ പെൺകുട്ടി എങ്ങനെയാണ് ഇത്രമേൽ അവഗണിക്കപ്പെടുന്നത്? ഇതിൽ PT ഉഷ മാത്രമല്ല, ഉഷക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമുണ്ട്. ഉഷ മാത്രമല്ല, ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അതങ്ങനെയാണെന്ന് കരുതാൻ യാതൊരു ന്യായവും കാണാത്തത് അതിശക്തമായിട്ടുള്ള ഇടപെടൽ, വലിയ വ്യത്യാസമൊന്നുമല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്ന ഒരു 100 ഗ്രാമിന്റെ തൂക്കത്തിന്റെ വ്യത്യാസമാണ് ഇപ്പൊ പറയുന്നത്. അപ്പോ അതിനെക്കുറിച്ച് ഗൗരവമായിട്ടൊരു അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ അപ്പീൽ കൊടുത്തുകൊണ്ട് അത് പരിഹരിക്കുന്നതിനാവശ്യമായ ഇടപെടൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ, ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണ്ടേ? അതിനല്ലേ ഇന്ത്യയിലെ ഈ കോടിക്കണക്കിന് ജനങ്ങൾ കാത്തു നിൽക്കുന്നത് കാതോർത്തിട്ട്. പക്ഷെ അതൊന്നും ചെയ്തില്ല, ഒളിമ്പിക്സ് അസോസിയേഷൻ ചെയ്തില്ല എന്നുള്ളത് ദുരൂഹമായിട്ടാണ് തോന്നുന്നത്, പ്രതിഷേധാർഹവുമാണ്. ഈ ദുരൂഹത തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഈ സുധേഷിലേക്കാണ് പോകുന്നത്. സുധേഷ്, ചരിത്രപരമായ ഒരു നിമിഷത്തിന് അരികെ നിൽക്കുമ്പോഴാണ് ഇന്ത്യക്ക് എന്ന് തന്നെയാണ് പറയേണ്ടത്. അതല്ലാതെ വിനേഷ് ഫോഗട്ടിന് മാത്രം എന്നല്ല പറയേണ്ടത്. ഇന്ത്യക്ക് ഇത്ര വലിയൊരു നഷ്ടം ഉണ്ടായത്, ഇത് മറികടക്കാൻ എന്തെല്ലാമാണ് ഇനി മുന്നോട്ടുള്ള വഴി? ഒപ്പം നമുക്ക് അർഹതപ്പെട്ട ആ വെള്ളി മെഡൽ എങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്തെല്ലാം സാധ്യതകളാണ് ഇന്ത്യക്ക് മുന്നിൽ ഉള്ളത്? ഇപ്പോൾ ഇതുവരെയുള്ള ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ നമ്മൾ അപ്പീൽ കൊടുക്കുന്ന കാര്യത്തിൽ പോലും ഇത്രയും നമ്മളൊരു അലസതയാണ് കാണിച്ചത്. സ്വാഭാവികമായിട്ടും ഇനിയൊരു മെഡലിനെ കുറിച്ച്, ഫോഗട്ടിനൊരു മെഡൽ എന്നുള്ളത് പ്രതീക്ഷിക്കുന്നതിൽ എത്രത്തോളം ഒരു യാഥാർത്ഥ്യമുണ്ട്, അല്ലാതെ ഒരു യുക്തിക്ക് നിരക്കുന്നതാണെന്ന് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും അത് നമുക്ക് നഷ്ടമായി എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഇവിടെ ഏറ്റവും, ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും പരിശോധിക്കപ്പെടേണ്ടത് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്താണ്, എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കായിക താരങ്ങൾ ഇത്തരത്തിൽ ഈ അവസ്ഥയിൽ, അല്ലെ ഒരുപാട് വളരെ ഫൈറ്റ് ചെയ്തിട്ട് വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ പിന്നോക്കമായ അല്ലെങ്കിൽ വളരെ ഗ്രാമീണമായ സാഹചര്യത്തിൽ നിന്നും സ്വന്തം ഒരു കഠിനാധ്വാനവും ആത്മസമർപ്പണവും എല്ലാം കൊണ്ടാണ് ഈ താരങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. അവർക്ക് പോലും ഇത്തരം വേദികളിൽ മാക്സിമം പെർഫോമൻസ് നടത്താനുള്ള ഒരു പിന്തുണ കൊടുക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള വിഷയം. ഇവിടെ കണ്ടു, ഫോഗട്ടിനെ തന്നെ അറിയാം, ഫൈനലിലെത്തി ഒരു മെഡൽ ഉറപ്പിച്ചപ്പോൾ പോലും ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഒരു ഒഫീഷ്യലായി ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഇവിടെ നേരത്തെ പറഞ്ഞു. അതുണ്ടാകുന്നില്ല, അത് സ്വാഭാവികം. പക്ഷേ ഒരു മത്സരിക്കാൻ ആവശ്യമായ പിന്തുണ പോലും ഇല്ലാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടണം. നിലവിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായൊരു അന്വേഷണം ഉണ്ടാവുകയും അതിലേക്ക് നയിച്ച അല്ലെങ്കിൽ തെറ്റുകാരായവരെ ശിക്ഷിക്കപ്പെടുന്നൊരു നിലയുണ്ടാകണം. ഒപ്പം തന്നെ നമ്മുടെ കായിക മേഖലയിൽ, ഇതിപ്പോൾ ഒരു ഗുസ്തിയുടെ ഒരു കാര്യത്തിൽ, വ്യത്യസ്തമായ മറ്റ് കായിക ഇനങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ട് എന്നുള്ളത് പലതരത്തിലും നമുക്ക് ബോധ്യപ്പെട്ടതും പല ഘട്ടത്തിലും നമ്മൾ കണ്ടതുമാണ്. അത്തരം പ്രവണതകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി എന്താണ് സർക്കാർ തലത്തിൽ നിന്ന് സ്വീകരിക്കേണ്ട നടപടികൾ, അസോസിയേഷനുകളിൽ ഉണ്ടാകേണ്ട മാറ്റം, അത്തരത്തിലുള്ള കായിക താരങ്ങൾ തന്നെ ഏത് തരത്തിൽ ഇത്തരം കാര്യങ്ങൾക്കെതിരെ, എല്ലാ തെറ്റുകൾക്കെതിരെ അവരുടെ ഭാഗത്തു നിന്നും കൂടുതൽ അല്ലെങ്കിൽ ഇത്തരം കുറവുകൾ പരിഹരിക്കാനുള്ള ഒരു പ്രതിരോധം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും അത്തരത്തിൽ വലിയൊരു കൂട്ടായ്മയിലൂടെ മാത്രമേ നമ്മുടെ കായിക രംഗത്തിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചുവരവ്, അല്ലെങ്കിൽ ഇതിൽ ഒരു നല്ലൊരു നിലയിലേക്ക് നമ്മുടെ കായിക മേഖല ഉയർന്നു വരാൻ കഴിയുകയുള്ളൂ. അതിനുള്ള തുടക്കമാവട്ടെ ഇപ്പോൾ ഫോഗട്ടിനുള്ള പിന്തുണയും, ഒപ്പം തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട ഒരു കരുതൽ, അല്ലെങ്കിൽ അതിനുള്ള എപ്പോഴും നമ്മൾ പൊതുസമൂഹം അതിനെതിരായ ഒരു പ്രതിഷേധം എപ്പോഴും ഉയർത്തുകയും അവരുടെ മുഴുവൻ ജനങ്ങളുടെയും ഒരു ശ്രദ്ധ ഇത്തരം കാര്യങ്ങളിലേക്ക് ഉണ്ടാവുകയും അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രമം കൂടി ഉണ്ടാവുകയും നമ്മുടെ കായിക രംഗത്ത് നന്മയുണ്ടാകട്ടെ, അല്ലെങ്കിൽ നല്ല ഉയർച്ചയുണ്ടാകട്ടെ എന്ന് തന്നെയാണ്, അതിനുവേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരേണ്ടത്. ബി രാജശേഖരൻ നായരിലേക്കാണ്. ശ്രീ ബി രാജശേഖരൻ നായർ, നമ്മൾ വിചാരിക്കാത്ത കോണുകളിൽ നിന്നാണ് ഇത്തരത്തിൽ വിനേഷ് ഫോഗട്ടിന് പിന്തുണ ലഭിക്കുന്നത്.
ഈ 3 തവണ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത താരമാണ് വിജേന്ദർ സിംഗ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ ഇപ്പോൾ വളരെ ശ്രദ്ധേയമാണ്. ഒറ്റ രാത്രി കൊണ്ട് 6 കിലോ വരെ കുറയ്ക്കാനാകും, എന്നിട്ടാണോ 100 ഗ്രാം എന്നാണ് പരിഹാസ രൂപേണ അദ്ദേഹം ചോദിക്കുന്നത്. ഒപ്പം വിനേഷിനെതിരെ നടന്നത് വലിയ ഗൂഢാലോചനയാണ് എന്നതുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. സാധാരണഗതിയിൽ എങ്ങനെയാണ് ഈ ഒറ്റ രാത്രി കൊണ്ടൊക്കെ 6 കിലോ വരെ തൂക്കം കുറയ്ക്കാനാകുന്ന വിദ്യ, അത്തരത്തിൽ അതൊക്കെ പ്രയോഗിക്കപ്പെടുന്നുണ്ടോ? അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ശരീരഭാരം 6 കിലോ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ 6 കിലോ കുറച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വെറുതെ ഇരിക്കുകയല്ല, നമ്മൾ മത്സരരംഗത്തേക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ കഠിനാധ്വാനമുള്ള ഒരു ജോലിയാണ് നമ്മുടെ റെസ്ലിംഗ്. 4 മിനിറ്റ് മത്സരമേ ഉള്ളൂ. ഈ 4 മിനിറ്റിനകത്ത് മാറ്റിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ശാരീരിക ക്ഷമത ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് 6 കിലോ കുറച്ചോ അല്ലെങ്കിൽ 2 കിലോ കുറച്ചോ 1 കിലോ കുറച്ചാൽ പോലും നമുക്ക് മാറ്റിനുള്ളിൽ നമ്മളോട് മത്സരിക്കുന്ന ആൾ നല്ല ബോഡി ഫിറ്റ്നസ് ഉള്ള ആളിനോടൊപ്പമാണ് നമ്മൾ മത്സരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബോഡി ക്ഷമത കുറച്ച് നമ്മുടെ ശരീരഭാരം കുറച്ച് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുട്ടി നേരത്തെ 53 കിലോ വിഭാഗത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. നേരത്തെ കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും വേൾഡ് റെസ്ലിങ്ങിലുമൊക്കെ ആ കുട്ടി 53 കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരിച്ചു കൊണ്ടിരുന്നത്. ഒളിമ്പിക്സിന് വേണ്ടിയുള്ള യോഗ്യതാ നിർണയ മത്സരത്തിലാണ് ഈ കുട്ടി ഇന്ത്യക്ക് ലഭിച്ച 50 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിക്കേണ്ട യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി ട്രയലിൽ പങ്കെടുക്കുകയും അതിൽ ക്വാളിഫൈ ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഈ 50 കിലോഗ്രാം വിഭാഗത്തിൽ വനിതാ വിഭാഗത്തിൽ മത്സരിക്കേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ 3 കിലോ കുറച്ചിട്ടാണ് ഈ വിനീഷ ഒളിമ്പിക്സിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്നലെ 2 ദിവസം കൊണ്ട് ഈ കുട്ടിക്ക് ബോഡി വെയ്റ്റ് കൂടി 2 കിലോ കൂടി. അത് കുറയ്ക്കുവാനുള്ള വലിയ ശ്രമത്തിലായിരുന്നു. ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് മാധ്യമങ്ങളിൽ കൂടിയൊക്കെ അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നല്ല ശ്രമം നടത്തി. എന്നിട്ട് പോലും 1 കിലോയും 900 ഗ്രാം മാത്രമേ കുറഞ്ഞുള്ളൂ. ഒരു സംശയം കൂടി ചോദിച്ചുകൊള്ളട്ടെ, ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഉറങ്ങാതിരുന്നാൽ ബോഡി വെയ്റ്റ് കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ? കൂട്ടാനല്ല, കുറയ്ക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. സൈക്ലിംഗ് നടത്തി ബോഡി ഫിറ്റ്നസ്. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പോൾ അത്തരത്തിലൊരു വാദം വരുന്നുണ്ടോ? ഒറ്റ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇത്തരത്തിൽ വ്യായാമത്തിൽ ഏർപ്പെട്ടു, അത് ബോഡി വെയ്റ്റ് കൂടാൻ കാരണമാകും എന്നുള്ളൊരു വാദം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇല്ലല്ല, ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ജോലികളെല്ലാം ചെയ്തിട്ടുള്ളത്. അത് ബോഡി വെയ്റ്റ് കൂടാൻ ഒരു സാധ്യതയുമില്ല. ബോഡി വെയ്റ്റ് കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ബോഡി വെയ്റ്റ് കൂടാൻ സാധ്യതയുള്ളൂ. ബോഡി വെയ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ ജോലികളെല്ലാം ചെയ്യുന്നത്. അതങ്ങനെ നമ്മൾ ഉറക്കമണിയിട്ടാൽ ബോഡി വെയ്റ്റ് കൂടാൻ സാധ്യതയില്ല. സുദേശ്, ഇതിപ്പോൾ അവസാനമായി പറയുകയാണെങ്കിൽ ഈ അയോഗ്യതയ്ക്ക് പിന്നിൽ അട്ടിമറിയാണ് എന്നുള്ള വലിയ സംശയം ബലപ്പെടുകയാണ്. രാജ്യത്തെ പ്രതിപക്ഷം എല്ലാം അതാണ് പറയുന്നത്. കൃത്യമായ ഒരു മറുപടി ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അവിടെ നിന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് അസോസിയേഷൻ തരുന്ന ചില വിവരങ്ങൾ മാത്രമാണ് കേന്ദ്ര സർക്കാർ ഇന്ന് പാർലമെൻറ്റിൽ കേന്ദ്ര കായിക മന്ത്രിയൊക്കെ പറഞ്ഞത്. അതിനെ അങ്ങേയറ്റം പ്രതിഷേധത്തോടെയാണ് രാജ്യത്തെ പ്രതിപക്ഷം സ്വീകരിച്ചത്. ഇതിനി ഈ ഒറ്റ ദിവസം കൊണ്ട് അവസാനിച്ചു പോകുന്ന ഒരു പ്രശ്നമല്ല ഇത് എന്നാണ് മനസ്സിലാകുന്നത്. തുടർച്ചയായ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ചൂടുപിടിക്കാനല്ലേ സാധ്യത? ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണം. ഇതിൽ ആർക്കെങ്കിലും കുറ്റക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണമെന്ന ആഗ്രഹം 144 കോടി ഇന്ത്യൻ ജനത മുന്നോട്ട് വയ്ക്കുകയാണ്. തീർച്ചയായും ആ നിലയ്ക്ക് തന്നെയാണ് ഇത് കാണേണ്ടത്. ഇപ്പോൾ ഞാൻ പറയാം, ഒരു കായിക താരത്തിന് എത്ര വെയിറ്റ് കുറയ്ക്കണമെന്ന് എത്രയോ അറിയുന്നവരാണ് ഇവരുടെ സംഘത്തിലുണ്ടാവുക. വെയിറ്റ് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര 2 കിലോ കുറയ്ക്കണോ, 3 കിലോ കുറയ്ക്കണോ, 4 കിലോ കുറയ്ക്കണോ, അതിന് എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്താൽ അത് കുറയും, ഏത് ഭക്ഷണം കൊടുക്കണം, ഏത് അളവിൽ കൊടുക്കണം, എല്ലാം അറിയുന്ന വ്യക്തമായ ഒരു പ്രൊഫഷണലായ സംഘം ഇവർക്കൊപ്പം ഉണ്ടാവും. അപ്പോൾ അവിടെ ഈ പിഴവ് സംഭവിച്ചത് ഇതാരെങ്കിലും കരുതിക്കുട്ടി ചെയ്തതാണോ എന്നുള്ള സംശയം തന്നെയാണ് നിലനിൽക്കുന്നത്. ആ നിലയ്ക്കാണ് നമ്മൾ പല കാര്യങ്ങൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് അത്തരത്തിലൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇത്തരം സാധ്യതകൾ അല്ലെങ്കിൽ ആ ഒരു സാധ്യതകൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ ദോഷമുണ്ടാക്കാൻ ഇന്ത്യൻ സ്പോർട്സിനും ഒരു കായിക താരത്തിനല്ല, വിനേഷ് ഫോഗട്ട് എന്നൊരു കായിക താരം ഒരു പ്രതീകമായി മാറുകയാണ് ഇവിടെ. അവരെ ഇന്ത്യൻ കായിക രംഗത്തെ ദുഷിച്ച പ്രവണതകളുടെ ഫലം എന്തായിരിക്കും? ഇങ്ങനെ ഓരോ തവണയും നമ്മൾ ഇന്ത്യക്കാർ ഞെട്ടിക്കൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഈ ഇത്തരം ഞെട്ടലുകൾ ഉണ്ടാവാതിരിക്കാൻ,
അല്ലെങ്കിൽ ഇത്തരം വീഴ്ചകൾ ഉണ്ടാവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ഭാഗത്തു നിന്നും ഏറ്റവും ഒന്നാമത്തെ ഇത് അതത് കായിക അസോസിയേഷനുകൾ, കായിക ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, ഒപ്പം തന്നെ ഗവൺമെൻറ്, പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള ജാഗ്രത, കായിക താരങ്ങൾ അവരുടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ഓരോ കായിക താരവും പലപ്പോഴും അറിയാം പല കായിക താരങ്ങളും തങ്ങളുടെ മത്സരിക്കാൻ കഠിനമായി അധ്വാനിക്കുന്നു, മത്സരിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അറിയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ പലപ്പോഴും കായിക താരങ്ങൾ പോലും തയ്യാറാവാത്ത സാഹചര്യം കാണുന്നു. പക്ഷേ വിനേഷ് ഫോഗട്ടിനെ പോലുള്ളവർ അതിൻ്റെ എതിർപക്ഷത്താണെന്ന് ഞാൻ പറയാം. എന്തുകൊണ്ടെന്നാൽ തങ്ങൾക്കെതിരായി ഉണ്ടായ അനീതിക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം നടത്തിയവരാണ്. അത്തരത്തിലുള്ള പ്രതികരണം തീർച്ചയായും കായിക താരങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. തങ്ങളുടെ മത്സരത്തെക്കുറിച്ചും അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചും മറ്റു പശ്ചാത്തലങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ കൂടി ഒരു കായിക താരത്തിന് അമിതഭാരം എന്നുള്ള നിലയ്ക്ക് പറയുകയല്ല. അവരുടെ കഠിനാധ്വാനം ഫലം കാണണമെങ്കിൽ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ അവർ കുറേ കൂടി ഉണരേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ അസോസിയേഷനുകൾ, കായിക ഭരണം നടത്തുന്നവരുടെ കാര്യത്തിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇത്തരം ഞെട്ടലുകൾ ആവർത്തിക്കും. ഇത്തരം പ്രവണതകൾ അവസാനിക്കുന്ന ഏറ്റവും ശക്തമായ ഇടപെടൽ വേണ്ടത് കേന്ദ്ര സർക്കാരിൽ നിന്ന് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ കണ്ടു ഈ സംഭവം ഉണ്ടായിട്ട് പോലും വലിയ കുലുക്കമുണ്ടായതായിട്ട് അല്ലെങ്കിൽ ചെറിയൊരു ചലനമുണ്ടായതായി പോലും തോന്നുന്നില്ല. അത്തരത്തിലാണ് പ്രതികരണങ്ങൾ എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ഇതിന് സമൂലമായൊരു മാറ്റം തന്നെയാണ് വേണ്ടത്. അതിന് ഇതൊരു നിമിത്തമാവട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ. ചില മാറ്റങ്ങളുടെ സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഫോഗട്ടിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷന് ശേഷം ഇതിൽ ഈ നിയമാവലികളിലൊക്കെ വലിയൊരു മാറ്റം വേണം എന്നുള്ള അഭിപ്രായവും ഉയരുന്നുണ്ട്. അത് ആഗോളതലത്തിലാണ് ഉയരുന്നത്. ഒരു 100 ഗ്രാമിൻ്റെ പേരിൽ ഒരു കായിക താരത്തിൻ്റെ ഭാവി മുഴുവൻ ഇരുളടഞ്ഞതാക്കുക. ഇനി ഒരു പക്ഷേ അവർക്ക് ഈ ഒളിമ്പിക്സിലേക്ക് കടന്നു കയറാനുള്ള ആ ഒരു മനോധൈര്യമൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അവരുടെ ആ ഒരു മനോധൈര്യം വീണ്ടെടുക്കുന്നതിനൊപ്പം ചില ചെറിയ മാറ്റങ്ങൾ ഇത്തരത്തിൽ വരുത്തേണ്ടതുണ്ട് എന്നൊരാവശ്യം ആഗോളതലത്തിൽ ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഓരോ മത്സരത്തിനും ഓരോ നിയമാവലികൾ ഇപ്പോൾ അത് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വാർ പരിശോധന മറ്റ് ക്രിക്കറ്റ് ഫുട്ബോളിൽ മറ്റു വരുന്നു, ക്രിക്കറ്റിൽ 3rd അമ്പയർ വരുന്നു. ഇത്തരത്തിൽ നമുക്കറിയാം പല മത്സര ഇനങ്ങളിലും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പുതിയ കാലത്തെ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത്തരം മാറ്റങ്ങൾ സ്വാഭാവികമായും ഗുസ്തിയല്ല ഏത് മത്സര ഇനത്തിലും വരേണ്ടത് തന്നെയാണ്. ഇവിടെ ഭാരത്തിൻ്റെ കാര്യം സ്വാഭാവികമായും അതൊരു വലിയ വിഷയം തന്നെയാണ്. ഭാരം അധികരിക്കാൻ പാടില്ല എന്നുള്ളത്. അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ കായിക താരത്തിൻ്റെ ഭാരം നിശ്ചിത നിലയിൽ തന്നെ നിർത്താൻ എന്താണ് ചെയ്യാൻ കഴിയുക, അതിന് എന്ത് സങ്കേതങ്ങൾ പുതിയ കാലത്ത് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏത് ശാസ്ത്രീയ മാർഗം അവലംബിക്കാൻ കഴിയും എന്ന രീതിയിലേക്കാണ് മാറേണ്ടത്. ഇപ്പോൾ മത്സരം നടത്തുന്ന രീതി, പരിശോധനാ രീതികളിലെല്ലാം അത് ആലോചിച്ച് ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു നിമിത്തമാവട്ടെ അത്തരം മാറ്റങ്ങൾക്ക് എന്ന് ആഗ്രഹിക്കാം. പക്ഷേ കൂടുതൽ വേണ്ടത് മത്സരിക്കുന്നവരെ സജ്ജരാക്കുന്ന ഘട്ടത്തിൽ കുറേ കൂടെ കൃത്യതയും കാര്യക്ഷമതയുമാണ് ആവശ്യം. അത് പല രാജ്യങ്ങളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിലേക്ക് കാര്യക്ഷമത ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇങ്ങനെ അയോഗ്യതയ്ക്ക് പിന്നിൽ അട്ടിമറിയോ എന്ന വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് 1 മണിക്കൂർ ചർച്ച ചെയ്തത്.